ഹലോ എവരിവൺ. അടുത്ത ദിവസങ്ങളിൽ നടക്കാൻ പോകുന്ന സെമസ്റ്റർ 5 ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിൽ വരുന്ന സബ്ജക്റ്റുകളിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു സബ്ജക്റ്റാണ് ഡിസൈൻ ഓഫ് ഓട്ടോമാറ്റിക് കമ്പോണന്റ് 5051 എന്ന കോഡിൽ വരുന്ന സബ്ജക്റ്റ്. അപ്പൊ ഈ ഒരു സബ്ജക്റ്റിന്റെ കഴിഞ്ഞ കൊല്ലങ്ങളിൽ ചോദിച്ചിരിക്കുന്ന കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ നിന്ന് സെലക്ട് ചെയ്തിരിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യനുകളാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് നമുക്ക് ഇതിന്റെ ഫസ്റ്റ് മൊഡ്യൂളിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള അല്ലെങ്കിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യനുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഒന്നാമത്തെ മൊഡ്യൂളിലെ കേസ് പറയുകയാണെങ്കിൽ മറ്റു മൊഡ്യൂളുകളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ തിയറി ഓറിയന്റഡ് ആയിട്ട് വരുന്ന ഒരു മൊഡ്യൂളാണ് ഒന്നാമത്തെ മൊഡ്യൂൾ. ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ സിലബസ് പ്രകാരം മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്താണ് ഡിസൈൻ്റെ ടൈപ്പ് എന്താണ്, ഡിസൈൻ്റെ പ്രൊസീജിയർ, ഡിസൈൻ ചെയ്തെടുക്കേണ്ട രീതി എന്താണ്, അതേപോലെ തന്നെ ഡിസൈനിൽ വരുന്ന കുറച്ച് ടേമുകളായ ഫാക്ടർ ഓഫ് സേഫ്റ്റി, വർക്കിംഗ് സ്ട്രെസ്, ഇങ്ങനത്തെ ടേമുകൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് മനസ്സിലാക്കുന്നത്. അതേപോലെ തന്നെ മെക്കാനിസം എന്താണ്, ഒരു മെക്കാനിക്സിൽ വരുന്ന കൈനമാറ്റിക് ലിങ്ക്, കൈനമാറ്റിക് പെയർ, കൈനമാറ്റിക് ചെയിന്, അതേപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള മെക്കാനിസങ്ങളായിട്ടുള്ള 4 ബാർ ചെയിൻ മെക്കാനിസം, സിംഗിൾ സ്ലൈഡർ ക്രാങ്ക് ചെയിൻ മെക്കാനിസം, ഡബിൾ സ്ലൈഡർ ക്രാങ്ക് ചെയിൻ മെക്കാനിസം, ഇവ എന്താണെന്നും അതിന്റെ വ്യത്യസ്ത രീതിയിലുള്ള ഇൻവെൻഷൻസും ഏകദേശം 6-7ഓളം ഇൻവെൻഷൻസും നമ്മൾ എന്ത് ചെയ്യാണ്ട് ഈ ഒരു മൊഡ്യൂളിൽ ഒന്നിൽ നമ്മൾ മനസ്സിലാക്കി പോകാനുണ്ട്. അതിൽ നമ്മൾ ഇതിൽ സെലക്ട് ചെയ്തിരിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യനുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൽ വരുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത് ലിസ്റ്റ് എനി 2 ടൈപ്സ് ഓഫ് ഡിസൈൻ. നമ്മൾ ഡിസൈനിന്റെ ടൈപ്പുകൾ പറയുന്നത് അഡാപ്റ്റീവ് ഡിസൈൻ, ഡെവലപ്മെന്റ് ഡിസൈൻ, ന്യൂ ഡിസൈൻ, എംപെരിക്കൽ ഡിസൈൻ, അങ്ങനെ പല രീതിയിലുള്ള ഡിസൈൻ വരുന്നുണ്ട്. അതിൽ അഡാപ്റ്റീവ് ഡിസൈൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കി പോകാം. അഡാപ്റ്റീവ് ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി ഉള്ള ഒരു പ്രൊഡക്റ്റിന്റെ ഡിസൈനിൽ വളരെ ചെറിയ രീതിയിലുള്ള മോഡിഫിക്കേഷനോ അല്ലെങ്കിൽ അൾട്ടർനേഷനോ വരുത്തിക്കൊണ്ട് നമ്മൾ ചെയ്തെടുക്കുന്ന ഡിസൈനാണ് നമ്മൾ അഡാപ്റ്റീവ് ഡിസൈൻ പറഞ്ഞത്. ഇനി ഡെവലപ്മെന്റ് ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി ഉള്ള ഒരു പ്രൊഡക്റ്റിനെ, നമ്മൾ അഡാപ്റ്റീവ് ഡിസൈൻ പോലെ തന്നെ ഓൾറെഡി ഉള്ള ഒരു പ്രൊഡക്റ്റിന് നമ്മൾ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഫൈനൽ ആവുമ്പോൾ ഒരു മറ്റൊരു പ്രൊഡക്റ്റായി മാറുന്ന രീതിയിലുള്ള ഡിസൈനാണ് നമ്മൾ ഡെവലപ്മെന്റ് ഡിസൈൻ എന്ന് പറയുന്നത്. ഇനി ന്യൂ ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എൻറ്റയർലി ഒരു പുതിയൊരു കമ്പോണന്റ് നമ്മൾ ഡിസൈൻ ചെയ്തെടുക്കുന്ന രീതിയിലാണ് നമ്മൾ ന്യൂ ഡിസൈൻ എന്ന് പറയുന്നത്. പേര് പോലെ ന്യൂ ഡിസൈൻ ഉള്ള രീതിയാണ് മനസ്സിലാക്കേണ്ടത്. ഇനി അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിരിക്കുന്നത് പിസ്റ്റൺ സിലിണ്ടർ അസംബ്ലി ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡാഷ് പെയർ. നമ്മൾ ഇന്റേണൽ കമ്പഷൻ എഞ്ചിനിൽ കണ്ടിട്ടുള്ള പിസ്റ്റൺ സിലിണ്ടർ അസംബ്ലി എന്ന് പറയുന്നത് ഏത് പെയറിന് എക്സാമ്പിൾ ആണ്? അത് നമുക്ക് സ്ലൈഡിംഗ് പെയറിന് എക്സാമ്പിൾ ആണ്. നമ്മളൊരു മെക്കാനിസം ഉണ്ടെങ്കിൽ ആ മെക്കാനിസത്തിൽ ഏറ്റവും ചെറിയ കമ്പോണന്റ് ആണ് ലിങ്ക് അല്ലെങ്കിൽ കൈനമാറ്റിക് ലിങ്ക് അല്ലെങ്കിൽ കൈനമാറ്റിക് പെയർ എന്ന് പറയുന്നത്. ഇങ്ങനത്തെ രണ്ടിലധികം കൈനമാറ്റിക് ലിങ്കോ കൈനമാറ്റിക് പെയറോ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരു മോഷന്, റിലേറ്റീവ് മോഷൻ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പെയറിനെ നമ്മൾ കൈനമാറ്റിക് പെയർ എന്ന് പറയുന്നത്. അത് വ്യത്യസ്ത രീതിയിലുള്ള കൈനമാറ്റിക് പെയറുകളുണ്ട്. സ്ലൈഡിംഗ് പെയർ, ടേണിംഗ് പെയർ, റോളിംഗ് പെയർ. അപ്പൊ കൈനമാറ്റിക് ലിങ്ക് എന്താണ്, കൈനമാറ്റിക് പെയർ എന്താണ്, അതിന്റെ ടൈപ്പുകൾ ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കണം. ഇനി അടുത്തൊരു ടേം ആണ് ഫാക്ടർ ഓഫ് സേഫ്റ്റി. നമ്മൾ ഡിസൈനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്നൊരു ടേം. ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം സ്ട്രെസ്സും വർക്കിംഗ് സ്ട്രെസ്സും തമ്മിലുള്ള റേഷ്യോനെയാണ് നമ്മൾ ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത്. ഫാക്ടർ ഓഫ് സേഫ്റ്റി മാക്സിമം സ്ട്രെസ് ഡിവൈഡഡ് ബൈ വർക്കിംഗ് സ്ട്രെസ് എന്നുള്ള രീതിയിൽ. അതായത് നമ്മളൊരു കമ്പോണന്റ് നമ്മൾ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ ആ കമ്പോണന്റിന്റെ മെറ്റീരിയലിന് താങ്ങാൻ കഴിയുന്ന ഒരു സ്ട്രെസ് ഉണ്ടാവും. അതിനാണ് മാക്സിമം സ്ട്രെസ് എന്ന് പറയുന്നത്. അത് ഓരോ മെറ്റീരിയലിനനുസരിച്ച് മാറും. മൈൽഡ് സ്റ്റീൽ പോലെ ഉള്ള ഡക്റ്റൈൽ മെറ്റീരിയലുകൾ വരുന്നുണ്ട്, അല്ലെങ്കിൽ കാസ്റ്റ് അയൺ പോലുള്ള ബ്രിട്ടിൽ മെറ്റീരിയൽ വരുന്നുണ്ട്. ഈ ഡക്റ്റൈൽ മെറ്റീരിയലിലും ബ്രിട്ടിൽ മെറ്റീരിയലിലേക്ക് മാക്സിമം സ്ട്രെസ് വരുന്ന പോയിന്റുകൾ വ്യത്യസ്തമാണ്. ഡക്റ്റൈൽ മെറ്റീരിയലിന് ഈൽഡ് പോയിന്റ് ആണ് അതിന്റെ മാക്സിമം സ്ട്രെസ് വരുന്നത്. ആ മാക്സിമം സ്ട്രെസ്സിന്റെ ആ ഈൽഡ് പോയിന്റും അതിൽ ഉപയോഗിക്കാൻ കഴിയുന്ന വർക്കിംഗ് സ്ട്രെസ് നമ്മളുടെ റേഷ്യോ ആയിരിക്കും ഡക്റ്റൈൽ മെറ്റീരിയൽ കേസിൽ അതിന്റെ ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത്. ഇനി ബ്രിട്ടിൽ മെറ്റീരിയൽ, കാസ്റ്റ് അയൺ പോലെയുള്ള ബ്രിട്ടിൽ മെറ്റീരിയൽ കേസിലേക്ക് വരികയാണെങ്കിൽ അതിലെ അൾട്ടിമേറ്റ് നമ്മൾ സ്ട്രെസ് സ്ട്രെയിൻ കർവിലെ അൾട്ടിമേറ്റ് സ്ട്രെസ്സും അതിന്റെ വർക്കിംഗ് സ്ട്രെസ്സും നമ്മളുടെ റേഷ്യോന് നമ്മൾ ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമ്മളൊരു മെക്കാനിസത്തിന്റെ വളരെ സിമ്പിൾ അല്ലെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു മെക്കാനിസമാണ് 4 ബാർ ചെയിൻ മെക്കാനിസം എന്ന് പറയുന്നത്. 4 ലിങ്കുകൾ ഉപയോഗിച്ചുകൊണ്ട് 4 ടേണിംഗ് പെയറുകളുടെ ഒരു മെക്കാനിസം ആണ് ഒരു 4 ബാർ മെക്കാനിസം എന്ന് പറയുന്നത്. ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ 4 ലിങ്കുകൾ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ലിങ്ക് 1, ലിങ്ക് 2, ലിങ്ക് 3, ലിങ്ക് 4. അതിൽ ലിങ്ക് 1 എന്ന് പറഞ്ഞ ലിങ്ക് അടിയിൽ ഫിക്സ് ചെയ്തിട്ടുള്ള രീതിയിലാണ് കാണപ്പെടുന്നത്. ആ ലിങ്ക് 4 എന്നുള്ള ലിങ്ക്
റോട്ടറി മോഷൻ, നമ്മൾ കംപ്ലീറ്റ് ആയിട്ടൊരു റൊട്ടേറ്റ് ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഈ റൊട്ടറി മോഷനെ നമുക്കൊരു ലിങ്ക് 3ന്റെയും ലിങ്ക് 2ന്റെയും സഹായത്തോടു കൂടി നമുക്കൊരു ഓസിലേഷൻ, അങ്ങനെ ഒരു പാർഷ്യലി ഉള്ളൊരു റൊട്ടേഷൻ മോഷനാണ് നമ്മൾ ഓസിലേഷൻ മോഷൻ എന്ന് പറഞ്ഞത്. അങ്ങനത്തെ ഒരു ഓസിലേഷൻ മോഷൻ ആക്കി മാറ്റുന്ന രീതിയിലുള്ള മെക്കാനിസമാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ഫിഗർ, നമുക്കൊരു 4-bar ചെയിൻ മെക്കാനിസത്തിന്റെ ഒരു ബേസിക് ഐഡിയ, ഒരു രൂപം നമ്മുടെ മനസ്സിൽ വേണം. അതിൽ ഏതൊക്കെ ലിങ്കുകൾ എങ്ങനെയൊക്കെയാണ് അതിന്റെ കണക്ട് ചെയ്തിരുന്ന രീതി മനസ്സിലാക്കാം. അതേപോലെ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു റൂളാണ്, അല്ലെങ്കിൽ ഒരു ലോ ആണ്, നമുക്ക് ഒരു 4-bar മെക്കാനിസം ഉണ്ടെങ്കിൽ ആ 4-bar മെക്കാനിസത്തിന്റെ ഏറ്റവും ചെറിയ ലിങ്കും അതേപോലെ തന്നെ ഏറ്റവും വലിയ ലിങ്കും കൂട്ടിക്കഴിഞ്ഞാൽ മറ്റു രണ്ട് ലിങ്കുകളുടെ ലെങ്ത്തിന്റെ താഴെയോ ഈക്വലോ ആയിട്ട് വരാൻ പാടുള്ളൂ. എന്നാൽ മാത്രമേ നമുക്കൊരു 4-bar മെക്കാനിസം നിർമ്മിക്കാൻ സാധിക്കുന്നുള്ള കാര്യം കൂടി ഇതിനോടൊപ്പം മനസ്സിലാക്കുക. ഇനി അടുത്തതാണ് നമ്മളെ ഡിസൈൻ പ്രൊസീജിയർ. കുറെ കാലങ്ങളായിട്ട് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഡിസ്ക്രൈബ് ദ ജനറൽ ഡിസൈൻ പ്രൊസീജിയർ ഓഫ് മെഷീൻ എലമെന്റ്. ഒരു മെഷീൻ എലമെന്റിനെ ഡിസൈൻ ചെയ്തെടുക്കാനുള്ള പ്രൊസീജിയറുകൾ ഏതൊക്കെയാണ്? നമ്മളൊരു കമ്പോണന്റ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ അതിന്റെ എയിം, അതിന്റെ പർപ്പസ് എന്താണെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കണം. ആ പർപ്പസ് അനുസരിച്ചിട്ടുള്ള ഒരു മെക്കാനിസം നമ്മൾ എന്ത് ചെയ്യണം, രണ്ടാമതായിട്ട് ചൂസ് ചെയ്യണം. അതിനുശേഷം ആ മെക്കാനിസം നമ്മളെ കയ്യിലുണ്ടെങ്കിൽ ആ മെക്കാനിസത്തിൽ എന്തൊക്കെ രീതിയിലുള്ള ഫോഴ്സുകൾ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഏതൊക്കെ ഭാഗങ്ങളിൽ സ്ട്രെസ് വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയലുകൾ സെലക്ട് ചെയ്യണം. മെറ്റീരിയൽ സെലക്ട് ചെയ്തതിനു ശേഷം നമ്മൾ ഇതിന്റെ ഓരോ കമ്പോണന്റും, ഒരു മെക്കാനിസത്തിന്റെ ഓരോ എലമെന്റിന്റെ ഡിസൈൻ സെപ്പറേറ്റ് ആയിട്ടുള്ള അതിന്റെ സ്ട്രെസ് എന്താണ്, അതേപോലെ അതിന്റെ സൈസ് എന്താണെന്നുള്ള രീതിയിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഡിസൈൻ ചെയ്യണം. അതിനുശേഷം ഇതെല്ലാം കൂടി ഒന്ന് മോഡിഫിക്കേഷൻ ചെയ്യണം. നമുക്ക് എന്തെങ്കിലും രീതിയിലുള്ള മാറ്റങ്ങൾ വരികയാണെങ്കിൽ മോഡിഫിക്കേഷൻ ചെയ്ത് ലാസ്റ്റ് ഒരു ഡീറ്റെയിൽ ഡ്രോയിങ് ആയിട്ട് നമ്മൾ കൊടുക്കുക. ഡീറ്റെയിൽ ഡ്രോയിങ് ആയിട്ട് വരണം. അതിനുശേഷം ആ ഡീറ്റെയിൽ ഡ്രോയിങ് ആണ് നമ്മൾ പ്രൊഡക്ഷനിലേക്ക് നമ്മൾ കൊടുക്കുന്നത്. വളരെ ബേസിക് ആയിട്ട് നമുക്ക് ലോജിക്ക് വെച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇതിന്റെ ഒരു പ്രൊസീജിയർ എന്താണുള്ള കാര്യം മനസ്സിലാക്കാൻ പറ്റും. അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒന്നാമത്തെ മൊഡ്യൂളിൽ ബാക്കി മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അല്ലാതെ നമുക്ക് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ സ്ലൈഡിൽ കാണിച്ചിരിക്കുന്നത്. നമുക്ക് കൈനമാറ്റിക് ലിങ്ക്, കൈനമാറ്റിക് പെയർ, കൈനറ്റിക് ചെയിൻ, ഇതിന്റെ എല്ലാം ടൈപ്പുകൾ. കൈനറ്റിക് ചെയിനിൽ വരികയാണെങ്കിൽ അതിൽ വരുന്ന പല രീതിയിലുള്ള കൺസേൺ മോഷൻസിന്റെ കാര്യങ്ങൾ, എന്താണ് മെഷീൻ, എന്താണ് മെക്കാനിസം, എന്താണ് സ്ട്രക്ചർ, അതിന്റെ കമ്പാരിസേഷൻ, മറ്റു കാര്യങ്ങൾ. കൈനമാറ്റിക് ചെയിനിൽ 4-bar മെക്കാനിസം, സിംഗിൾ സ്ലൈഡർ ക്രാങ്ക് ചെയിൻ മെക്കാനിസം, ഡബിൾ സ്ലൈഡർ ക്രാങ്ക് ചെയിൻ മെക്കാനിസം, ഈ മെക്കാനിസത്തിന്റെ വർക്കിംഗ് എന്താണെന്നുള്ള കാര്യങ്ങളും അതിൽ വരുന്ന ഇൻവെൻഷൻസ് ആയിട്ടുള്ള ഇവിടെ കാണിച്ചിരിക്കുന്ന 6 രീതിയിലുള്ള ഇൻവെൻഷൻസും കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് തന്നെ ഫിഗറുകളും അതിന്റെ റൈറ്റും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം എക്സാമിന് പോകേണ്ടത്. ഇനി രണ്ടാമത്തെ മൊഡ്യൂളിലേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ടാമത്തെ മൊഡ്യൂളിൽ കുറച്ചും കൂടി പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ വരുന്നത്. അതിൽ ഷാഫ്റ്റ് എന്താണ്, ഷാഫ്റ്റിന്റെ ടൈപ്പുകൾ, ഷാഫ്റ്റിന്റെ ഡയമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഫോർമുലാസ്, അതിൽ ഷാഫ്റ്റിൽ തന്നെ പല രീതിയിലുള്ള ഫോഴ്സുകൾ, പല രീതിയിലുള്ള സ്ട്രെസ് കാര്യങ്ങൾ വരുമ്പോൾ അത് കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങൾ, ഷാഫ്റ്റിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കീ എന്നുള്ള കമ്പോണന്റിന്റെ ടൈപ്പുകൾ, കീയിൽ വരുന്ന ഫോഴ്സിന്റെ അനാലിസിസ് ചെയ്യാനുള്ള കാര്യങ്ങൾ, അതിൽ വരുന്ന മേജറായിട്ട് വരുന്ന സംഖ്യ കീന്റെ ഡിസൈൻ ചെയ്യാനുള്ള പ്രൊസീജിയർ, അതുപോലെ തന്നെ കപ്ലിങ്ങിലും ഇതേപോലെ മഫ് കപ്ലിങ്, അതുപോലെ തന്നെ ഫ്ലാഞ്ച് കപ്ലിങ്, അതിന്റെ ഡിസൈൻ പ്രൊസീജിയർ, കപ്ലിങ്ങിന്റെ ഉപയോഗം, ഫംഗ്ഷൻ എന്താണ്, അതിന്റെ റിക്വയർമെന്റ് എന്താണ്, അതിന്റെ ടൈപ്പ് എന്താണെന്നുള്ള കാര്യങ്ങൾ. അതേപോലെ തന്നെ ബിയറിംഗ്, അതിന്റെ ഫസ്റ്റ് ബിയറിംഗിന്റെ ഡിസൈൻ പ്രൊസീജിയർ, ബിയറിംഗിൽ വരുന്ന അതിന്റെ ടൈപ്പുകൾ, ബിയറിംഗിൽ വരുന്ന മറ്റ് കമ്പോണന്റ്, ബിയറിംഗിൽ വരുന്ന അതിന്റെ റിക്വയർമെന്റ്, മറ്റു കാര്യങ്ങൾ. ഇത്രയും കാര്യങ്ങളാണ് ഈ രണ്ടാമത്തെ മൊഡ്യൂളിൽ നമുക്ക് നോക്കി പോകാനുള്ളത്. അപ്പൊ ഈ രണ്ടാമത്തെ മൊഡ്യൂളിലും കഴിഞ്ഞ കൊല്ലങ്ങളിലായിട്ട് ചോദിച്ചിട്ടുള്ള ഏതാനും ക്വസ്റ്റ്യൻ നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്ത് പോവാം. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് കപ്ലിംഗ്, അല്ലെങ്കിൽ കപ്ലിങ്ങിന്റെ ഫംഗ്ഷൻ എന്താണെന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണ് നമുക്കുള്ളത്. ഇവിടെ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ രണ്ട് ഷാഫ്റ്റുകളിലെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു ഷാഫ്റ്റിൽ വരുന്ന പവറിനെ മറ്റൊരു ഷാഫ്റ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെഷീൻ എലമെന്റിനാണ് നമ്മൾ കപ്ലിംഗ് പറയുന്നത്. അതെന്നാണ് ഇതിന്റെ ഒരു മെയിൻ ഫംഗ്ഷൻ ആയിട്ട് വരുന്നത്. ടു കണക്ട് ടു ഷാഫ്റ്റ് ഫോർ ട്രാൻസ്മിറ്റ് പവർ ഫ്രം വൺ ഷാഫ്റ്റ് ടു അനദർ ഷാഫ്റ്റ്. ഇനി ഈ
പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് രണ്ട് ഷാഫ്റ്റിൽ എന്തെങ്കിലും രീതിയിലുള്ള മിസ്അലൈൻമെന്റോ എന്തെങ്കിലും വൈബ്രേഷൻ മറ്റു കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് കോമ്പൻസേറ്റ് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു കപ്ലിംഗ് കൂടി ഈ കപ്ലിംഗിന് വരുന്നത്. ഇതാണ് ഒരു കപ്ലിംഗ് എന്നുള്ള ഒരു കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി കീ കമ്പോണന്റ് കീ രണ്ട് ടൈപ്പ് ഓഫ് സംഖ്യ കീയിൽ വരുന്ന ടൈപ്പുകളൊക്കെയാണ്. റെക്ടാങ്കിൾ സംഖ്യ കീയുണ്ട്, സ്ക്വയർ സംഖ്യ കീയുണ്ട്. വ്യത്യസ്ത രീതിയിലുള്ള സംഖ്യ കീകൾ അവൈലബിൾ ആണ്. വ്യത്യസ്ത രീതിയിലുള്ള കീകൾ അവൈലബിൾ ആണ്. എന്താണ് കീ പറഞ്ഞ കമ്പോണന്റ് വരുന്നത്? നമ്മളൊരു ഷാഫ്റ്റിന്റെ മുകളിൽ നമ്മളൊരു മെഷീൻ എലമെന്റ് നമ്മൾ ഫിക്സ് ചെയ്യുകയാണെങ്കിൽ, ഗിയർ ആവാം, മറ്റേതെങ്കിലും രീതിയിലുള്ള മെഷീൻ കമ്പോണന്റ് ആവാം, അത് കറക്റ്റ് ആയിട്ട് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെറ്റാലിക് പീസിനെയാണ് നമ്മൾ കീ എന്ന് പറയുന്നത്. വ്യത്യസ്ത രീതിയിലുള്ള കീകൾ അവൈലബിൾ ആണ്. അതിൽ ചോദിച്ചിരിക്കുന്ന സംഖ്യ കീ പറഞ്ഞൊരു കീന്റെ ടൈപ്പാണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് റെക്ടാങ്കിൾ സംഖ്യക്കും സ്ക്വയർ സംഖ്യക്കാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു റൊട്ടേറ്റിംഗ് മെഷീൻ എലമെന്റ് ആണ്. അത് യൂസ് ചെയ്യുന്നത് ട്രാൻസ്മിറ്റ് പവർ ഫ്രം വൺ പ്ലേസ് ടു അനദർ പ്ലേസ്. നമ്മൾ ഈ നേരത്തെ പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ നിന്ന് നമുക്ക് ഉത്തരം കിട്ടാവുന്നതാണ്. ഷാഫ്റ്റ് ആണ് അതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. പാർട്ട് ബിയിൽ നമുക്കൊരു 3 മാർക്കിനൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ബിയറിംഗ് എന്താണ്, ബിയറിംഗിന്റെ ടൈപ്പുകൾ ഏതൊക്കെയാണെന്നുള്ളത്. ഇപ്പൊ ബിയറിംഗ് പറഞ്ഞ ഒരു കമ്പോണന്റ് നമുക്ക് എവിടെ ഉപയോഗിക്കുന്ന ഒരു ഐഡിയ ഉണ്ടാവും. അതായത് നമുക്കൊരു ഷാഫ്റ്റ് ഉണ്ടെങ്കിൽ ആ ഷാഫ്റ്റിനെ ഏതെങ്കിലും രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കമ്പോണന്റ് ആണ് ബിയറിംഗ് എന്ന് പറയുന്നത്. ആ ബിയറിംഗിൽ വരുന്ന ടൈപ്പുകളാണ് ഒരു 3 ടൈപ്പുകളാണ് കാണിച്ചിട്ടുള്ളത്. സ്ലൈഡിംഗ് കോണ്ടാക്ട് ബിയറിംഗ്, റോളിംഗ് കോണ്ടാക്ട് ബിയറിംഗ്, ഫസ്റ്റ് ബിയറിംഗ്. സ്ലൈഡിംഗ് കോണ്ടാക്ട് ബിയറിംഗ് പറഞ്ഞിരിക്കുന്ന ഒരു സ്ലൈഡിംഗ് സർഫസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് ജേണൽ ബിയറിംഗ്, ഫുട്സ്റ്റെപ്പ് ബിയറിംഗ് എന്നൊക്കെ എക്സാമ്പിൾ ആണ്. റോളിംഗ് കോണ്ടാക്ട് ബിയറിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ റോളർ അല്ലെങ്കിൽ റോളിംഗ് എലമെന്റ് ആയിട്ടുള്ള ബോൾസോ അല്ലെങ്കിൽ റോളറോ ഉപയോഗിച്ചുകൊണ്ട് ഫ്രിക്ഷൻ കുറച്ചുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ബിയറിംഗ് ആണ് നമ്മൾ റോളർ ബിയറിംഗ് ആണ്. ഫസ്റ്റ് ബിയറിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സിയൽ ആയിട്ട് വരുന്ന ലോഡിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ബിയറിംഗിനെ, ആക്സിലേറ്ററി ലോഡിൽ വരുന്ന ഷാഫ്റ്റിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ബിയറിംഗിനെയാണ് നമ്മൾ ഫസ്റ്റ് ബിയറിംഗ്. അടുത്തൊരു ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് കപ്ലിംഗ്. നമ്മൾ ഈ കപ്ലിംഗ് പറഞ്ഞ കമ്പോണന്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ട് ഷാഫ്റ്റുകൾ കണക്ട് ചെയ്തുകൊണ്ട് ഒരു ഷാഫ്റ്റിൽ നിന്ന് വരുന്ന പവറിനെ മറ്റൊരു ഷാഫ്റ്റിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കമ്പോണന്റ് ആണ് നമ്മൾ കപ്ലിംഗ് പറഞ്ഞത്. ഇങ്ങനെ വരുന്ന ഒരു നല്ലൊരു കപ്ലിംഗിന്റെ റിക്വയർമെന്റ്, ഒരു നല്ലൊരു ഗുഡ് ആയിട്ടുള്ള ഒരു കപ്ലിംഗിന്റെ വരുന്ന ആവശ്യമുള്ള റിക്വയർമെന്റുകളൊക്കെ ഏതൊക്കെയാണ്? ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പറയാൻ പറ്റും, ഒരു ഷാഫ്റ്റിൽ വരുന്ന ടോർക്ക്, മാക്സിമം ടോർക്ക് അല്ലെങ്കിൽ ഫുൾ ടോർക്ക് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഈ കപ്ലിങ്ങിനെ കൊണ്ട് സാധിക്കാം. എന്നാൽ മാത്രം നമ്മൾ വിചാരിച്ച കാര്യം ട്രാൻസ്ഫോർം. അതേപോലെ തന്നെ കപ്ലിംഗ് ഉദ്ദേശിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് രണ്ട് ഷാഫ്റ്റുകൾ കണക്ട് ചെയ്യാനും അതേപോലെ നമുക്ക് ആവശ്യാനുസരണം ഡിസ്കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കപ്ലിംഗ് ആയിരിക്കും കുറച്ചും കൂടി നമുക്ക് നല്ലൊരു കപ്ലിംഗ് എന്നുള്ള കാറ്റഗറിയിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ സാധിക്കും. പിന്നെ ഏതെങ്കിലും രീതിയിലുള്ള ഷാഫ്റ്റിന് മുകളിൽ അനുഭവപ്പെടുന്ന ഓവർലോഡിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ഈ ഒരു കപ്ലിങ്ങിന്റെ ആവശ്യകത വരും. അല്ലെങ്കിൽ നല്ലൊരു കപ്ലിംഗ് ആയിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് ആ ഒരു കാര്യം കൂടി നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് സേഫ് ആയിട്ട് ഓപ്പറേഷൻ ചെയ്യാനും ഏതെങ്കിലും രീതിയിലുള്ള പ്രൊജക്ട് ചെയ്തുള്ള പാർട്സുകൾ കപ്ലിംഗിൽ വന്നു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടായിരിക്കും. പ്രൊജക്ഷൻസ് ഒക്കെ കുറഞ്ഞുള്ള ഒരു കോമ്പാക്ട് ആയിട്ടുള്ള കപ്ലിംഗ് ആയിരിക്കും ഒരു നല്ലൊരു കപ്ലിംഗ് എന്നുള്ള രീതിയിൽ നമുക്ക് അതിന്റെ റിക്വയർമെന്റ് എടുക്കേണ്ടത്. ഇനി നമുക്കൊരു പ്രോബ്ലം സൈഡ് നമുക്കൊന്ന് മനസ്സിലാക്കാം. നമുക്കൊരു തുടക്കത്തിലെ സിലബസ് നമ്മൾ മനസ്സിലാക്കിയ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് ഇതിൽ ഷാഫ്റ്റിന്റെ നമുക്ക് ഡയമീറ്റർ കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ ഷാഫ്റ്റ് ഡിസൈൻ ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഇതിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ ഈ ഷാഫ്റ്റിന്റെ ഡിസൈൻ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ ഒരു സോളിഡ് സ്റ്റീൽ ഷാഫ്റ്റിന്റെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. അപ്പൊ ആ ഒരു കാര്യം ആദ്യം മനസ്സിലാക്കാം. ഒരു ഷാഫ്റ്റ് ഉണ്ട്. ആ ഷാഫ്റ്റിന്റെ ഉള്ളു കംപ്ലീറ്റ് മെറ്റീരിയൽ ഉള്ള ടൈപ്പിനെ നമ്മൾ എന്ത് പറയും? സോളിഡ് ഷാഫ്റ്റ് എന്ന് പറയും. ഇനി ഷാഫ്റ്റിന്റെ ഉൾവശം ഹോളോ ആണെങ്കിൽ, ഒരു ഹോളോ സ്പേസ് ആണ് ഇതിന്റെ ഷാഫ്റ്റിന്റെ ഉള്ളിലുണ്ടെങ്കിൽ ആ ഷാഫ്റ്റ് നമ്മൾ ഹോളോ ഷാഫ്റ്റ് എന്ന് പറയും. ഈ സോളിഡ് ഷാഫ്റ്റിന്റെ രണ്ട് രീതിയിലും കണ്ടിട്ടുള്ളത്. ഈ സോളിഡ് ഷാഫ്റ്റിന്റെ പോളാർ മൊമെന്റ് ഓഫ് ഇനീഷ്യ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5/32 into d raised to 4. ഹോളോ ഷാഫ്റ്റിന്റെ പോളാർ മൊമെന്റ് ഓഫ് ഇനീഷ്യ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 5/32 into capital d raised to 4 minus smaller d raised to 4. ഈ ഇതിൽ കാണിച്ചിരിക്കുന്ന ഡി പറഞ്ഞാൽ എന്തായിരിക്കും? ഈ ഷാഫ്റ്റിന്റെ ഡയമീറ്റർ ആയിരിക്കും. ക്യാപിറ്റൽ ഡി കാണിച്ചിരിക്കുന്നത് ഈ ഹോളോ ഷാഫ്റ്റിന്റെ ഔട്ട്സൈഡ് ഡയമീറ്ററും സ്മോൾ ലെറ്റർ ഡി എന്ന് പറഞ്ഞത് ഇൻസൈഡ് ഡയമീറ്റർ ആണ്.
ഒരു കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഷാഫ്റ്റിന്റെ കേസിൽ നമുക്കൊരു സോളിഡ് ഷാഫ്റ്റ്, ഹോളോ ഷാഫ്റ്റ് എന്നുള്ള കാര്യത്തിൽ അങ്ങനെ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ പോളാർ മൊമെന്റ് ഫിനിഷ് രണ്ട് ഷാഫ്റ്റിലും വ്യത്യസ്തമാകുന്ന ഒരു കാര്യം ചെയ്യാം ഒന്ന് മനസ്സിലാക്കാം. ഇനി ക്വസ്റ്റിനിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു സോളിഡ് സ്റ്റീൽ ഷാഫ്റ്റ് ഉണ്ട്. ആ സ്റ്റീൽ ഷാഫ്റ്റ് വിൽ ബി റിക്വയർഡ് ടു ട്രാൻസ്മിറ്റ് 60 kilowatt at 70 RPM if the maximum torque is 30% greater than mean torque and the permissible shear stress is 55 megapascal. Find the suitable diameter of the shaft. ഇതാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. അതായത് നമുക്ക് ഇവിടെ ഒരു സോളിഡ് ആയിട്ടുള്ള ഷാഫ്റ്റ് അവൈലബിൾ ആണ്. ആ സോളിഡ് ഷാഫ്റ്റിൽ ഏകദേശം 60 കിലോ വാട്ട് പവർ 70 RPM നമ്മൾ എന്ത് ചെയ്യാണ്, ട്രാൻസ്മിറ്റ് ചെയ്യാണ്. അങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ഈ ഷാഫ്റ്റിൽ വരുന്ന മീൻ ടോർക്ക് എന്ന് പറഞ്ഞത്, മാക്സിമം ടോർക്ക് എന്ന് പറഞ്ഞത് ഇതിൽ അനുഭവപ്പെടുന്ന മീൻ ടോർക്ക്, ഈ പവറിൽ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ടോർക്കിന് നമ്മൾ മീൻ ടോർക്ക് എന്ന് പറയാം. ഇതിൽ വരുന്ന മീൻ ടോർക്കിന്റെ 30% കൂടുതലാണ് ഇതിൽ അനുഭവപ്പെടുന്ന മാക്സിമം ടോർക്ക് എന്ന് പറഞ്ഞത്. അതേപോലെ തന്നെ മറ്റൊരു ടേംസിൽ പറഞ്ഞിട്ടുണ്ട്, ഇതിൽ ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞത് 55 MPa. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഷാഫ്റ്റിന്റെ ഈ ഒരു ഇത്രയും ടോർക്ക്, ഇത്രയും പവർ, ഇത്രയും സ്പീഡിൽ ട്രാൻസ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡയമീറ്റർ എത്ര എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇതിന്റെ കേസിൽ നമ്മൾ ആദ്യം ഇതിൽ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് മനസ്സിലായിരിക്കുന്ന ഗിവൺ ഡാറ്റാസ് റൈറ്റ് ഡൗൺ ചെയ്യണം. ഇതിൽ പറഞ്ഞിരിക്കുന്ന പവർ ട്രാൻസ്മിറ്റ് 60 kW ആണ്. അത് നമുക്ക് വാട്ട്സിലേക്ക് മാറ്റി 60 × 1000 60,000 വാട്ട്സ് ആയിട്ട് വരാം. സ്പീഡ് എന്നുള്ളത് 70 RPM ആണ്. 70 RPM ആണ് റവല്യൂഷൻ പെർ മിനിറ്റ്. പിന്നെ ഇതിലൊരു പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാൽ മാക്സിമം ടോർക്ക് പറഞ്ഞാൽ 30% ഗ്രേറ്റർ ദാൻ മീൻ ടോർക്ക്. അപ്പോൾ മാക്സിമം ടോർക്ക് ഇതിൽ അനുഭവപ്പെടുന്ന ഷാഫ്റ്റിൽ അനുഭവപ്പെടുന്ന മാക്സിമം ടോർക്ക് പറഞ്ഞാൽ എത്രയായിരിക്കും? 1.3 × T മീൻ ആയിരിക്കും. ഇനി പെർമിസിബിൾ ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞിരിക്കുന്ന വാല്യൂ 55 MPa ആണ്. MPa ആണെങ്കിൽ നമുക്ക് അതിനെ Nm²/mm² എന്ന് പറഞ്ഞത് തുല്യമാണ്. അപ്പോൾ 55 Nm²/mm². കാരണം ഇതെല്ലാം നമ്മൾ MM-ലായിരിക്കും കണ്ടുപിടിച്ച് ഡയമീറ്റർ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാതും ഒരേ യൂണിറ്റിലേക്ക് തന്നെ മാറ്റാം. ഇനി മീറ്ററിലേക്ക് മാറ്റുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ഒരേപോലെ തന്നെ എന്ത് ചെയ്യാം, മീറ്ററിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഇതിന്റെ ഈ ഷാഫ്റ്റിന്റെ കേസിൽ വരുന്ന നമുക്ക് ഇതിന്റെ ഡയമീറ്റർ കണ്ടുപിടിക്കാനുള്ള സ്റ്റെപ്പുകൾ മനസ്സിലാക്കാം. ഫസ്റ്റ് നമുക്കിതില് ടോർക്ക്, മീൻ ടോർക്ക് കണ്ടുപിടിക്കാനുള്ള സ്റ്റെപ്പ് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് പവറും അതേപോലെ തന്നെ സ്പീഡുമാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. പവർ പറഞ്ഞാൽ 60,000 വാട്ട്സും സ്പീഡ് എന്ന് പറഞ്ഞത് 70 RPM ആണ്. ഇങ്ങനെ പവറും സ്പീഡും കിട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്കൊരു ടോർക്ക് കണ്ടുപിടിക്കാൻ നമുക്ക് അറിയാവുന്ന ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞത് പവർ P = 2πNT/16 ആണ്. ഇതിൽ കിട്ടുന്ന നമുക്ക് ഈ പവറും സ്പീഡും വെച്ചിട്ടുണ്ട് നമുക്ക് കിട്ടുന്ന ടോർക്ക് പറഞ്ഞത് മീൻ ടോർക്ക് ആയിരിക്കും. ഇതിൽ കിട്ടുന്ന ടോർക്ക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മീൻ ടോർക്ക് ആയിരിക്കും. അപ്പൊ ഇതിൽ പവർ തന്നിരിക്കുന്നത് പവർ P പറഞ്ഞത് 60,000 ആണ്. 60,000 = 2 × 3.14, 5ന്റെ വാല്യൂ 3.14 × സ്പീഡ് പറഞ്ഞത് 70 ആണ് T/16 ആണ്. ഇതിൽ നിന്ന് നമുക്ക് ടോർക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ടോർക്ക് T = എന്തായിരിക്കും? 60,000 × 60 / 2 × 3.14. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ടോർക്ക് ഒരു ആവറേജ് ആയിട്ട് ഒരു അപ്രോക്സിമേറ്റ്ലി ആയിട്ട് 8185.11 Nm/mm² കിട്ടും. ഇപ്പൊ കിട്ടിയിരിക്കുന്ന ടോർക്ക് നമുക്ക് പവറും സ്പീഡും വെച്ചുകൊണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ടോർക്ക് പറഞ്ഞാൽ മീൻ ടോർക്കാണ്. ഇപ്പൊ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് നമുക്ക് മാക്സിമം ടോർക്കും മീൻ ടോർക്കുമുള്ള റിലേഷൻ. മാക്സിമം ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.3 30% കൂടുതലാണ്.
നമ്മൾ കിട്ടിയിരിക്കുന്ന മീൻ ടോർക്കിനെക്കാട്ടി 30% കൂടുതലാണ് ഇവിടെ വരുന്ന മാക്സിമം ടോർക്ക്. അങ്ങനെയാണെങ്കിൽ 1.3 ഇൻറ്റു ടി മീൻ ചെയ്താൽ മതി. ഇവിടെ എത്രയാണ് നമുക്ക് ടി മാക്സ് ഇക്വൽ ടു 1.3 ഇൻറ്റു ടി മീൻ എന്ന് പറഞ്ഞാല് 8185.1 ന്യൂട്ടൺ പെർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് കിട്ടും മാക്സിമം ടോർക്ക്. അത് ഏകദേശം ഇത്രയായിരിക്കും വരുന്നത്. കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ നമുക്ക് മാക്സിമം ടോർക്ക് എന്നുള്ള വാല്യൂ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മാക്സിമം ടോർക്ക് എന്നുള്ളൊരു വാല്യൂ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഈ മാക്സ് എന്നത് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി ഇതിൽ നിന്ന് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡയമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ. നമ്മളൊരു സോളിഡ് ഷാഫ്റ്റ് ആണെങ്കിൽ ഏതെങ്കിലും ഷാഫ്റ്റ് ആയിക്കോട്ടെ, ആ ഷാഫ്റ്റിന്റെ ഡയമീറ്റർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെയിൻ ആയിട്ട് വരുന്ന ഷാഫ്റ്റിന്റെ കേസിലൊക്കെ പഠിച്ചിരിക്കേണ്ട ഒരു ഇക്വേഷൻ ആണ് ടി ബൈ ജെ ഈക്വൽ ടു ടോ ബൈ ടി ബൈ ജെ ഈക്വൽ ടു ടോ ബൈ ആർ ഈക്വൽ ടു ജി തീറ്റ ബൈ എൽ. ഇതിൽ കൊടുത്തിരിക്കുന്ന ടോർക്ക് എന്ന് പറഞ്ഞാല് മാക്സിമം ടോർക്കാണ്. ജെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഷാഫ്റ്റ് സോളിഡ് ഷാഫ്റ്റ് ആണെങ്കിൽ ഇതിന് പോളാർ മൊമെന്റ് മെഷീൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ തുടക്കത്തിലെ പറഞ്ഞിട്ടുണ്ട്. സോളിഡ് ഷാഫ്റ്റിന്റെ കേസിൽ പോളാർ മൊമെന്റ് മെഷീനെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 5/32 ഇൻറ്റു ഡി റേസ്റ്റ് 4. ഈ ഹോളോ ഷാഫ്റ്റിന്റെ കേസിൽ പോളാർ മൊമെന്റ് മെഷീൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 5/32 ഇൻറ്റു ക്യാപിറ്റൽ ലെറ്റർ ഡി റേസ്റ്റ് 4 മൈനസ് സ്മോൾ ലെറ്റർ ഡി റേസ്റ്റ് 4. ക്യാപിറ്റൽ ഡി പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഔട്ട്സൈഡ് ഡയമീറ്ററും സ്മോൾ ലെറ്റർ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഇൻസൈഡ് ഡയമീറ്ററും. ഇനി ടോ പറഞ്ഞാൽ ഇതിൽ വരുന്ന പെർമിസിബിൾ ആയിട്ടുള്ള ഷിയർ സ്ട്രെസ് ആണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ടോ എന്നുള്ള വാല്യൂ പറഞ്ഞു. ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഷാഫ്റ്റിന്റെ റേഡിയസ് ആണ്. ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിജിഡിറ്റി, മോഡുലസ് ഓഫ് റിജിഡിറ്റി ആണ് ജിന്റെ വാല്യൂ വരുന്നത്. അത് ഓരോ ഷാഫ്റ്റിന് വരുന്ന മെറ്റീരിയൽ അനുസരിച്ചുള്ള മാറ്റം വരും. അതെല്ലാം ക്വസ്റ്റ്യനിൽ ഗിവൺ ആയിരിക്കും. തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗിൾ ഓഫ് ഡിഗ്രിയാണ്. എത്ര ഡിഗ്രി തിരിഞ്ഞു എന്നുള്ള ഒരു ട്വിസ്റ്റിംഗ് ആംഗിൾ ആണ് ഇതിൽ തീറ്റ കാണിച്ചിരിക്കുന്നത്. എൽ എന്ന് പറഞ്ഞാൽ ഷാഫ്റ്റിന്റെ ലെങ്ത് ആണ് കാണിച്ചിരിക്കുന്നത്. ഈ ഇക്വേഷൻ വളരെ നിർബന്ധമായിട്ട് വളരെ ഇമ്പോർട്ടൻറ്റോട് കൂടി മനസ്സിലാക്കണം. കാരണം ഈ ഒരു ഇക്വേഷൻ വെച്ചുകൊണ്ട് ഒട്ടുമിക്ക വരുന്ന ഷാഫ്റ്റിന്റെ കേസിൽ ഷാഫ്റ്റുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പൊ ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ പ്രകാരം നോക്കുകയാണെങ്കിൽ ഇതിൽ ടോർക്ക് നമ്മൾ ഒരു പവറും സ്പീഡും വെച്ച് കണ്ടുപിടിച്ചിട്ടുണ്ട്. ജെന്റെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്ക് ഇവിടെ അറിയുകയും ചെയ്യാം. ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിയർ സ്ട്രെസ് ആണ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ആർ എന്ന് പറഞ്ഞാൽ റേഡിയസ് ആണ്. ജിയും തീറ്റയും എല്ലിന്റെ വാല്യൂ എന്ന് ക്വസ്റ്റ്യൻ തരാത്തത് കൊണ്ട് തന്നെ ഈ ഒരു ഏരിയ നമുക്ക് കൺസിഡർ ചെയ്യാം. അതായത് നമുക്ക് ടി ബൈ ജെ ഈക്വൽ ടു ടോ ബൈ ആർ എന്ന ഇക്വേഷൻ നമുക്ക് അറിയാം. ടിന്റെ വാല്യൂ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് ഏകദേശം 10,640. 10,640 ഡിവൈഡഡ് ബൈ ജെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 5/32 ഇൻറ്റു ഡി റേസ്റ്റ് 4 ഈക്വൽ ടു ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 55 എന്നാണ്. 55 റേഡിയസ് പറഞ്ഞു കഴിഞ്ഞാൽ ഡയമീറ്ററിന്റെ പകുതി ഡി ബൈ. ഇക്വേഷൻ നമുക്കിന്ന് റീ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ 5/32 വാല്യൂ കൊടുത്തു കഴിഞ്ഞ് നമുക്ക് എഴുതി കഴിഞ്ഞാൽ ഏകദേശം 10,640 ഡിവൈഡ് ബൈ 0.098 ഇൻറ്റു ഡി റേസ്റ്റ് 4 ഡിവൈഡ് ബൈ 110 ഡിവൈഡ് ബൈ ഡി എന്ന് കിട്ടും. ഇതിൽ നമുക്ക് ഡയമീറ്റർ ഡി റേസ്റ്റ് 3, ഡിയും ഡിയും ഇവിടെ ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പൊ ഡി റേസ്റ്റ് 3 ഈക്വൽ ടു 10,640 divided by 0.09 into 110 എന്ന് കിട്ടും. ഇതിന് നമുക്ക് റൂട്ട് ക്യൂബ് എടുത്തു കഴിഞ്ഞാൽ
കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ ഏകദേശം 99.508 mm കിട്ടും. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് സിമ്പിൾ കാൽക്കുലേഷൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഷാഫ്റ്റിന്റെ പ്രോബ്ലംസ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് ഈ കിട്ടിയിരിക്കുന്ന വാല്യൂ അടുത്ത ഒരു റൗണ്ട് വാല്യൂ ആയിട്ടുള്ള നെക്സ്റ്റ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റൗണ്ട് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യും. ഇപ്പൊ 99.508 ആണെങ്കിൽ അടുത്തൊരു റൗണ്ട് വാല്യൂ ആയിരിക്കണം നമുക്ക് ഇതിന്റെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഡയമീറ്റർ ആയിട്ട് കൊടുക്കേണ്ടത്. അത് 100 കൊടുക്കാം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഷാഫ്റ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് നമ്മൾ ചെയ്യേണ്ടത്. സ്റ്റെപ്പുകൾ ഒന്നുകൂടി പറയാം. അത് നമുക്കൊരു ഷാഫ്റ്റിന്റെ കേസിൽ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഗിവൻ ഡാറ്റാസ് മറ്റു കാര്യങ്ങൾ എഴുതിയതിനു ശേഷം ഇതിൽ തന്നിരിക്കുന്ന മീൻ ടോർക്ക് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുക. പിന്നെ ക്വസ്റ്റ്യനിൽ മീൻ ടോർക്കും മാക്സിമം ടോർക്കും തമ്മിലുള്ള റിലേഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ റിലേഷൻ പ്രകാരം എന്ത് ചെയ്യുക, അതിന്റെ മാക്സിമം ടോർക്കിലേക്ക് കൺവേർട്ട് ചെയ്യുക. ആ മാക്സിമം ടോർക്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്കറിയുന്ന മെയിൻ ആയിട്ടുള്ള ഇക്വേഷൻ ആയിട്ടുള്ള T by J is equal to tau by R equal to G theta by L എന്ന ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഷാഫ്റ്റിന്റെ ഡയമീറ്റർ കണ്ടുപിടിക്കാവുന്നതാണ്. മൂന്നാമത്തെ മൊഡ്യൂളിലേക്ക് വന്നു കഴിഞ്ഞാൽ മൂന്നാമത്തെ മൊഡ്യൂളിലും ഈ പറഞ്ഞിരിക്കുന്ന പോലെ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു ഇമ്പോർട്ടൻസോട് കൂടി കാണേണ്ട ഒരു മൊഡ്യൂളാണ്. ഈ മൂന്നാമത്തെ മൊഡ്യൂളിലും ക്ലച്ച്, അതേപോലെ ക്ലച്ചിന്റെ ഫങ്ഷൻസ്, ക്ലച്ചിന്റെ ഉപയോഗങ്ങൾ എവിടേക്ക് വരുന്ന കാര്യം, അപ്ലിക്കേഷൻസിൽ എവിടെയാണ് വരുന്നത്, സിംഗിൾ പ്ലേറ്റ് ക്ലച്ചിന്റെ ഡിസൈന്, മറ്റു കാര്യങ്ങൾ, അതേപോലെ തന്നെ ഗിയർ എന്താണ്, ഗിയറിൽ വരുന്ന ടെർമിനോളജി, ഗിയറിന്റെ നോമൻക്ലേച്ചറുകൾ, ഗിയറിന്റെ ടൈപ്പുകൾ ഏതൊക്കെയാണ്, അതേപോലെ ഗിയറിൽ നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് ടേമുകൾ, മറ്റു കാര്യങ്ങൾ, അതേപോലെ നമ്മൾ ഓട്ടോമൊബൈലിൽ വരുന്ന ഗിയർ ബോക്സിൽ ഉപയോഗിക്കുമ്പോൾ വരാവുന്ന സാധ്യതയുള്ള പ്രോബ്ലംസ്, ബെൽറ്റ് ഡ്രൈവിന്റെ ടൈപ്പുകൾ, ബെൽറ്റ് ഡ്രൈവിലും ഈ പറഞ്ഞിരിക്കുന്ന പോലെ ക്രീപ്പ്, സ്ലിപ്പ് പറഞ്ഞിട്ടുള്ള ടേമുകൾ, പിന്നെ ബെൽറ്റുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ്, ഏറ്റവും അവസാനമായിട്ട് ചെയിനിന്റെ ടൈപ്പ്, അതിന്റെ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ് എന്നുള്ള കാര്യങ്ങൾ. ഇത്രയും കാര്യങ്ങളാണ് മൊഡ്യൂൾ 3 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് ക്ലച്ച് എന്താണ്, അതിന്റെ ടൈപ്പ്, ഫങ്ഷൻസ്, അതിൽ ക്ലച്ചിന്റെ ടൈപ്പുകളിൽ വരുന്ന പ്രോബ്ലംസ്, സിംഗിൾ പ്ലേറ്റ് ക്ലച്ചിന്റെ ഡിസൈൻ ചെയ്യാനുള്ള പ്രൊസീജിയർ, അതേപോലെ തന്നെ ഗിയർ എന്താണ്, ഗിയറിന്റെ ഓരോ ടെർമിനോളജി, അതിന്റെ ഗിയറിന്റെ അപ്ലിക്കേഷൻ, ഗിയറിന്റെ ക്ലാസിഫിക്കേഷൻസ്, ഗിയർ ഉപയോഗിക്കുന്ന സാഹചര്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ള രീതിയിൽ വരുന്ന പ്രോബ്ലംസ്, മറ്റു കാര്യങ്ങൾ, ബെൽറ്റ് ഡ്രൈവിൽ വരുന്ന, അതായത് ഈ ഗിയർ ഡ്രൈവും ബെൽറ്റ് ഡ്രൈവും അതേപോലെ ചെയിൻ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ പവർ ട്രാൻസ്മിഷൻ ചെയ്യുന്ന രീതികളാണ്. അപ്പൊ ഇങ്ങനെ വരുന്ന ഗിയറിന്റെയും ബെൽറ്റിന്റെയും ചെയിനിന്റെയും ടൈപ്പുകൾ ഏതൊക്കെയാണ്, അതിന്റെ അപ്ലിക്കേഷൻസ്, മറ്റു കാര്യങ്ങൾ, അതിൽ വരുന്ന റിലേറ്റ് ചെയ്ത് വരുന്ന പ്രോബ്ലംസ്. ഇത്രയാണ് മൂന്നാമത്തെ മൊഡ്യൂൾ നമ്മൾ നോക്കി കാണേണ്ടത്. അതിലും കഴിഞ്ഞ കൊല്ലങ്ങളിലായിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടിരിക്കുന്ന പല ക്വസ്റ്റ്യനുകളാണ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനെ പരിചയപ്പെടാം. വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് എ ക്ലച്ച്? ഒരു ക്ലച്ചിന്റെ ഫംഗ്ഷൻ എന്താണ്? ക്ലച്ച് എന്നൊരു കമ്പോണന്റിനെ പറ്റി കഴിഞ്ഞ സെമസ്റ്ററിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എഞ്ചിനും ഗിയർ ബോക്സിനും ഇടയിലായിട്ട് കാണപ്പെടാവുന്ന ഒരു കമ്പോണന്റാണ് ക്ലച്ച് എന്ന് പറയുന്നത്. നമ്മൾ എഞ്ചിനിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ നമ്മൾ ക്ലച്ച് ത്രൂ ഗിയർ ബോക്സ് വഴി മറ്റു ട്രാൻസിഷൻ സിസ്റ്റത്തിലേക്കാണ് പോകുന്നത്. ഇങ്ങനെ ഗിയർ ബോക്സിൽ നമ്മൾ ഏതെങ്കിലും രീതിയിലുള്ള സ്പീഡിന്റെ വേരിയേഷൻസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് എഞ്ചിനിൽ വരുന്ന പവറിനെ ഇടയ്ക്കിടയ്ക്ക് കട്ട് ഓഫ് ചെയ്യേണ്ട ആവശ്യകത വരും. അതിന് വേണ്ടിയിട്ട് എഞ്ചിനിൽ വരുന്ന പവറിനെ നമുക്ക് ആവശ്യാനുസരണം കണക്ട് ചെയ്യാനും ഡിസ്കണക്ട് ചെയ്യാനും ഉപയോഗിക്കുന്ന ഒരു കമ്പോണന്റ് ആണ് ക്ലച്ച് എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് ഇതിന്റെ പ്രൈമറി ഫംഗ്ഷൻ ആയിട്ട് പറയാൻ സാധിക്കുന്നത്. രണ്ടാമത്തത്, നമുക്ക് ഇതിൽ വരുന്ന പവറിനെ സ്മൂത്ത് ആയിട്ട് ഗ്രാജുവൽ ആയിട്ട് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ക്ലച്ചിന്റെ ഒരു ഫംഗ്ഷൻ ആയിട്ട് പറയാൻ സാധിക്കും. രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത്, റൈറ്റ് ദ ഇക്വേഷൻ ഫോർ ദ ലെങ്ത് ഓഫ് ദ ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ്. ഓപ്പൺ ബെൽറ്റ് ഡ്രൈവിന്റെ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ നേരത്തെ മൊഡ്യൂൾ 3 സിലബസ് പറഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് പവർ ട്രാൻസ്മിഷൻ ഡിവൈസുകൾ. നമുക്ക് ഒരു ഷാഫ്റ്റ് ഒരു ഭാഗത്ത് നിന്നുണ്ടാകുന്ന പവറിനെ മറ്റൊരു ഭാഗത്തിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസുകളെ നമ്മൾ പവർ ട്രാൻസ്മിഷൻ ഡിവൈസ് എന്ന് പറഞ്ഞത്. അപ്പൊ ഈ ഒരു പവർ ട്രാൻസ്മിഷൻ ഡിവൈസിൽ നമ്മൾ ഗിയർ ഉപയോഗിക്കാറുണ്ട്, അതേപോലെ തന്നെ ബെൽറ്റ് ഉപയോഗിക്കാറുണ്ട്,
ചെയിൻ ഉപയോഗിക്കാറുണ്ട്. ഇങ്ങനെ വ്യത്യസ്ത രീതിയിൽ നമുക്ക് പവർ ട്രാൻസ്മിഷൻ കാണാൻ സാധിക്കും. ഇതിൽ വരുന്ന ഒരു പവർ ട്രാൻസ്മിഷൻ ആണ് ബെൽറ്റ് ഡ്രൈവ് എന്ന് പറയുന്നത്. ഒരു ഷാഫ്റ്റിന്റെ മുകളിൽ ഒരു പുള്ളി വെച്ചിട്ടുണ്ടാവും, മറ്റു ഷാഫ്റ്റിൽ മറ്റൊരു പുള്ളി വെച്ചിട്ടുണ്ടാവും. ഇതിന് രണ്ടിനും കൂടി ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആയിട്ടുള്ള ബെൽറ്റ് കണക്ട് ചെയ്തുകൊണ്ട് ഒരു ഷാഫ്റ്റിൽ ഉണ്ടാവുന്ന പവറിനെ മറ്റൊരു ഷാഫ്റ്റിലേക്ക് സ്മൂത്ത് ആയിട്ട് എത്തിക്കുന്ന രീതിയാണ് നമ്മൾ ഒരു ബെൽറ്റ് ഡ്രൈവിൽ വരുന്നത്. ഈ ബെൽറ്റ് ഡ്രൈവിൽ തന്നെ ഓപ്പൺ ബെൽറ്റും വരുന്നുണ്ട്, ക്രോസ് ബെൽറ്റും വരുന്നുണ്ട്. നമുക്ക് ഇങ്ങനെ ഒരു ഷാഫ്റ്റ് ഉണ്ട്. ഷാഫ്റ്റിന്റെ മുകളിൽ ഒരു പുള്ളി കണക്ട് ചെയ്തിട്ടുണ്ട്. മറ്റൊരു ഷാഫ്റ്റ് ഇവിടെ വരുന്നുണ്ട്. ആ മറ്റൊരു ഷാഫ്റ്റിന്റെ മുകളിലും ഇതേപോലെ ഒരു പുള്ളി കൊടുത്തിട്ടുണ്ട്. ശേഷം ഒരു ഷാഫ്റ്റ് വരുന്നുണ്ട്. ആ ഷാഫ്റ്റിന്റെ മുകളിൽ ഒരു പുള്ളി വരുന്നുണ്ട്. മറ്റൊരു ഷാഫ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ മറ്റൊരു ഷാഫ്റ്റിന്റെ മുകളിൽ മറ്റൊരു പുള്ളി വരുന്നുണ്ട്. ഇത് തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബെൽറ്റ് നമ്മൾ ഇതിൽ കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനെയാണ് ഒരു ഓപ്പൺ ബെൽറ്റ് ഡ്രൈവിംഗിൽ വരുന്നത്. ഇപ്പോ ഈ ഒരു ഷാഫ്റ്റിൽ വരുന്ന ഈ ഒരു ക്ലോക്ക് വൈസ് ആയിട്ടുള്ള മോഷനെ അതേപോലെ തന്നെ മറ്റേ ഷാഫ്റ്റിന്റെ കണക്ട് ചെയ്തിരിക്കുന്ന പുള്ളിയിൽ അതേ രീതിയിലുള്ള ക്ലോക്ക് വൈസ് ആയിട്ടുള്ള ഡയറക്ഷനിൽ നമുക്ക് ഇവിടെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി ക്രോസ് ബെൽറ്റിന്റെ കേസിൽ വരികയാണെങ്കിൽ, ക്രോസ് ബെൽറ്റിന്റെ കേസിൽ ഈ പറഞ്ഞിരിക്കുന്ന പോലെ നമുക്കൊരു ഷാഫ്റ്റ് ഉണ്ട്. ആ ഷാഫ്റ്റിനെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു പുള്ളി ഉണ്ടാവും. മറ്റൊരു ഷാഫ്റ്റ് വരുന്നുണ്ട്. മറ്റൊരു ഷാഫ്റ്റിനെ കണക്ട് ചെയ്തുകൊണ്ട് മറ്റൊരു പുള്ളി കൊടുത്തിട്ടുണ്ടാവും. അതിനുശേഷം നമ്മൾ ഈ രണ്ട് ഷാഫ്റ്റിനെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു ബെൽറ്റ് നമ്മൾ കൊടുക്കും. പക്ഷെ ബെൽറ്റ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഈ ബെൽറ്റ് ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ കൊടുക്കുക. ഇങ്ങനെ കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഈ ഒരു പുള്ളിയിൽ ഉണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ ഒരു ആദ്യത്തെ ഷാഫ്റ്റ് ഉണ്ടായിരിക്കുന്ന ഡ്രൈവിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഡ്രൈവ് ആയിരിക്കും നമുക്ക് രണ്ടാമത്തെ ഷാഫ്റ്റിൽ കിട്ടുക. ഈ രീതിയിലുള്ള ഡ്രൈവിനെ നമ്മൾ ക്രോസ് ബെൽറ്റ് ഡ്രൈവ് എന്ന് പറയുന്നത്. ഇങ്ങനെ ക്രോസ് ബെൽറ്റ് ഡ്രൈവിന്റെയും ഓപ്പൺ ബെൽറ്റ് ഡ്രൈവിന്റെയും ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, അതുപോലെ തന്നെ അതിന്റെ ആംഗിൾ ഓഫ് കോണ്ടാക്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എല്ലാം നല്ല രീതിയിൽ മനസ്സിലാക്കേണ്ടതാണ്. ഇതിന് ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ലെങ്ത് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ 5 × R1 + R2 + R1 - R2 ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ C + 2C എന്ന രീതിയിലാണ് ഓപ്പൺ ബെൽറ്റ് കേസിന്റെ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ വരുന്നത്. R1 ഉം R2 എന്ന് പറഞ്ഞത് ലാർജ് പുള്ളിയുടെയും, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന രണ്ട് പുള്ളികളുടെ റേഡിയസ് ആണ് R1 ഉം R2 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി C പറഞ്ഞ കമ്പോണന്റ്, C പറഞ്ഞ ടേം ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന രണ്ട് പുള്ളികളുടെ സെന്റർ ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ രണ്ട് ഷാഫ്റ്റിന്റെയും സെന്റർ ഡിസ്റ്റൻസിനാണ് നമ്മൾ C എന്ന ലെറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് സെന്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പുള്ളീസ്, രണ്ട് പുള്ളികൾ തമ്മിലുള്ള സെന്റർ ഡിസ്റ്റൻസ്. അപ്പൊ ഈ രീതിയിലുള്ള ഇക്വേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഓപ്പൺ ബെൽറ്റിന്റെ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണെന്നും അതേപോലെ ഇക്വേഷൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ വാല്യൂ കിട്ടും. ഇനി ക്രോസ് ബെൽറ്റിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ സെയിം ആണ്, ആകെ ഒരു മാറ്റം മാത്രം വരുന്നുള്ളൂ. ഇവിടെ R1 - R2 ഹോൾ സ്ക്വയർ എന്ന സ്ഥലത്ത് ഇവിടെ R1 + R2 എന്നാണ്. ഓക്കെ, ഇങ്ങനെ ചില രീതിയിൽ ഇക്വേഷൻ എന്താണെന്നുള്ളത് ചില രീതിയിൽ ഇക്വേഷൻ വെച്ചുകൊണ്ട് സിമ്പിൾ ആയിട്ടുള്ള സാമ്പിൾ പ്രോബ്ലംസും വന്ന് കണ്ടെത്താം. ഓക്കെ, രണ്ടാമത്തെ പാർട്ട് ബിയിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി മനസ്സിലാക്കാം. അതിലൊരു പ്രോബ്ലമാറ്റിക് കാര്യമാണ് കൊടുത്തിട്ടുള്ളത്. ഒരു ടൂത്തഡ് വീൽ, അതായത് നമ്മളൊരു ഗിയർ ആണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഒരു ഗിയറിന്റെ ആസ് 108 ടീത്തുകൾ വരുന്നുണ്ട്. അതിന്റെ മൊഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.25 ആണ്. അങ്ങനെയാണെങ്കിൽ അതിന് സർക്കുലർ പിച്ച് ഡയമീറ്ററും കണ്ടുപിടിക്കാം. ഒരു ഗിയറിന്റെ കേസിൽ നമ്മൾ മനസ്സിലാക്കേണ്ട പല കാര്യങ്ങളും വരുന്നുണ്ട്. ഇങ്ങനെ കാണിച്ചിരിക്കുന്ന ഒരു ഗിയർ ആണെങ്കിൽ ആ ഗിയറിന്റെ അടുത്തടുത്ത് വരുന്ന സക്സസീവ് ആയിട്ടുള്ള ടീത്തുകളുടെ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ സർക്കുലർ പിച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സർക്കുലർ പിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടീത്തിന്റെ ഒരു പോയിന്റ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്ത് വരുന്ന ടീത്തിന്റെ അതേ പോയിന്റ് വരെയുള്ള ആ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ സർക്കുലർ പിച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ഇനി രണ്ട് ഗിയറുകൾ മെഷ് ചെയ്യുകയാണെങ്കിൽ, രണ്ട് ഗിയർ ഉണ്ട്, എ പറഞ്ഞ ഗിയർ ഉണ്ട്, ഇവിടെ ഒരു ബി പറഞ്ഞിട്ടുള്ള ഗിയർ ഉണ്ട്. ഇങ്ങനെ രണ്ട് ഗിയറുകൾ ടച്ച് ചെയ്യുന്ന സാഹചര്യത്തിൽ ആണ് നമുക്ക് ഒരു എ പറഞ്ഞ ഗിയർ ടച്ച് ചെയ്തുകൊണ്ട് നമ്മൾ ബി പറഞ്ഞ ഗിയറിലൂടെ നമുക്ക് പവർ അല്ലെങ്കിൽ മോഷൻസ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. ടച്ച് ചെയ്യുന്ന ഗിയറിന് ടച്ച് ചെയ്യുന്ന ഈ പോയിന്റ് വെച്ചുകൊണ്ട് നമ്മൾ ഒരു ഇമാജിനറി സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ ആ സർക്കിളിനെ നമ്മൾ പിച്ച് സർക്കിൾ എന്ന് പറഞ്ഞത്. പിച്ച് സർക്കിൾ എന്ന് പറയുന്നത്. ആ പിച്ച് സർക്കിളിന്റെ ഡയമീറ്റർ നമ്മൾ പിച്ച് ഡയമീറ്റർ എന്ന് പറയുന്നത്. ഒരു ഗിയറിന്റെ കേസിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് കാര്യം പിച്ച് സർക്കിൾ എന്നുള്ള സർക്കിൾ ഏതാണെന്ന്. രണ്ട് ഗിയറുകൾ മെയ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ മെയ്റ്റ് ചെയ്യുന്ന ഗിയറിന്റെ പോയിന്റ് വെച്ചുകൊണ്ട് നമ്മൾ വരയ്ക്കുന്ന ഒരു ഇമാജിനറി സർക്കിൾ നമ്മൾ പിച്ച് സർക്കിൾ എന്ന് പറയുന്നത്. ആ സർക്കിളിന്റെ റേഡിയസ് നമ്മൾ എന്ത് പറയും? പിച്ച് ഡയമീറ്റർ എന്ന് പറയും. ഇനി എന്താണ് സർക്കുലർ പിച്ച് എന്ന് പറഞ്ഞത്? സർക്കുലർ പിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗിയർ ഉണ്ടെങ്കിൽ ആ ഗിയറിന്റെ ടീത്തിന്റെ ഒരു പോയിന്റ് മുതൽ തൊട്ടടുത്ത് വരുന്ന ടീത്തിന്റെ അതേ പോയിന്റ് വരെയുള്ള ഒരു ഡിസ്റ്റൻസിനെ നമ്മൾ സർക്കുലർ പിച്ച് എന്ന് പറയുന്നത്. ഈ സർക്കുലർ പിച്ച് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈ ഇൻറ്റു ഡി ഡിവൈഡ് ബൈ ടി ആണ്. ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പിച്ച് സർക്കിൾ ഡയമീറ്റർ, പി എന്ന് പറഞ്ഞാൽ ആ ഒരു ഗിയറിൽ വരുന്ന നമ്പർ ഓഫ് ടീത്ത്. നമ്പർ ഓഫ് ടീത്ത്. ഇനി അതേപോലെ ഒരു ഗിയറിന്റെ കേസിൽ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ് മൊഡ്യൂൾ എന്നുള്ള ടേം. മൊഡ്യൂൾ എന്താണ് മൊഡ്യൂള്? മൊഡ്യൂൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗിയറിന്റെ കേസിൽ എടുക്കുകയാണെങ്കിൽ അതിന്റെ ഡയമീറ്റർ, അതിന്റെ നമ്പർ ഓഫ് ടീത്തും അതിന്റെ ഡയമീറ്ററും നമ്പർ ഓഫ് ടീത്തും തമ്മിലുള്ള റേഷ്യോനെയാണ് നമ്മൾ മൊഡ്യൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഈ ഒരു ഗിയറിന്റെ കേസിൽ നമുക്കൊരു 108 ടീത്ത് വരുന്നുണ്ട്. ഒരു ഗിയർ ആണ് വരുന്നത്. ആ ഗിയറിൽ 108 ടീത്തുകൾ വരുന്നുണ്ട്. 8 ടീത്തുകളാണ് വരുന്നത്. അപ്പൊ T ഈക്വൽ ടു 108 ടീത്തിന് കിട്ടി. അതിന്റെ മൊഡ്യൂള് സ്മോൾ ലെറ്റർ എം കൊണ്ടാണ് മൊഡ്യൂളിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. മൊഡ്യൂൾ എം ഈക്വൽ ടു 1.25 ഉണ്ട്. 1.25. നമുക്കറിയാം മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? മൊഡ്യൂൾ പറഞ്ഞു കഴിഞ്ഞാൽ ടി ഡിവൈഡ് ബൈ ടി ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡയമീറ്റർ, പിച്ച് സർക്കിൾ ഡയമീറ്റർ ആണ് ഡി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡയമീറ്റർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈക്വൽ ടു എം ഇൻറ്റു ടി ചെയ്താൽ മതി. ഇവിടെ എം എന്ന് പറഞ്ഞാൽ 1.25 ആണ്. 1.25 ഉണ്ട് 108 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 135 കിട്ടും. അതാണ് അതിന്റെ പിച്ച് സർക്കിൾ ഡയമീറ്റർ പറഞ്ഞിട്ടുള്ളത്. പിച്ച് ഡയമീറ്റർ പറഞ്ഞിട്ടുള്ളത് 135 എന്നാണ്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത് ഇതിന്റെ സർക്കുലർ പിച്ച് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ. സർക്കുലർ പിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ ടു പൈ ഇൻറ്റു ടി ഡിവൈഡ് ബൈ ടി ആണ്. ഡി ഡിവൈഡ് ബൈ ടി പറഞ്ഞാൽ എന്താണ്? മൊഡ്യൂളാണ്. അപ്പൊ പൈ ഇൻറ്റു മൊഡ്യൂൾ എന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സർക്കുലർ പിച്ച് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി അതല്ല നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ വാല്യൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറ്റും? സർക്കുലർ പിച്ച് സി കണ്ടുപിടിക്കാൻ സാധിക്കും. ഇനി ഇതിൽ വരുന്ന മറ്റൊരു ടേമാണ് ഡയമട്രൽ പിച്ച്. ഡയമട്രൽ പിച്ച് പി സഫിഷ്യൻ ഡി ആണ്. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊഡ്യൂളിന്റെ റെസിപ്രോക്കലാണ്. അതായത് ടി ഡിവൈഡ് ബൈ ടി ആണ് ഡയമട്രൽ പിച്ച്. ഒരു ഗിയറിന്റെ കേസിൽ നമ്മൾ ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ട കുറച്ച് ടേമുകളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. സർക്കുലർ പിച്ച് ടി സി എന്നുള്ള ഡിനോട്ട് ചെയ്യും. ഡയമട്രൽ പിച്ച് ടി ഡി ആയിരിക്കും. മൊഡ്യൂള് എം ആയിരിക്കും. സർക്കുലർ പിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈ ഇൻറ്റു ഡി ഡിവൈഡ് ബൈ ടി ആണ്. ഡയമട്രൽ പിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി ഡിവൈഡ് ബൈ ടി ആണ്. മൊഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി ഡിവൈഡ് ബൈ ടി ആണ്. ഈ ഒരു കേസിൽ സിമ്പിൾ ആയിട്ട് ഈ ടേമുകൾ എന്താണെന്നുള്ളൊരു കാര്യവും അല്ലെങ്കിൽ ഇത് റിലേറ്റഡ് ആയിട്ട് പ്രോബ്ലം ഉദ്ദേശിക്കാറുണ്ട്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് ലിസ്റ്റ് ദ അഡ്വാൻറ്റേജസ് ഓഫ് ദ ചെയിൻ ഡ്രൈവ്. ചെയിൻ ഡ്രൈവിന്റെ അഡ്വാൻറ്റേജസ് എന്താണെന്നുള്ളത് നമുക്കറിയാം. പവർ ട്രാൻസ്മിഷന് വേണ്ടിയിട്ട് നമ്മൾ ഗിയർ ഉപയോഗിക്കാറുണ്ട്, ബെൽറ്റ് ഡ്രൈവ് ഉപയോഗിക്കാറുണ്ട്, അതുപോലെ തന്നെ ചെയിൻ ഡ്രൈവ് ഉപയോഗിക്കാറുണ്ട്. നമുക്ക് ചെയിൻ ഡ്രൈവ് എന്നുള്ളത് നമ്മുടെ വണ്ടികളിൽ, നമ്മളെ ബൈക്കിലേക്ക് കണ്ടിട്ടുണ്ടാവും. നമ്മളെ
എഞ്ചിനിൽ വരുന്ന പവറിനെ നമ്മൾ വീലിലേക്ക് ബാക്കത്തെ ഗിയറിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയിനാണ് സാധാരണ ഉപയോഗിക്കാറുള്ളത്. ഈ ചെയിൻ ഉപയോഗിക്കുമ്പോൾ നമുക്ക് അറിയാവുന്ന ലോജിക്കലി നമുക്ക് ആലോചിച്ചാൽ പറ്റുന്ന അറിയാവുന്ന കുറച്ച് ബെനിഫിറ്റുകളുണ്ട്. ഇതിന് സ്ലിപ്പില്ല, നോ സ്ലിപ്പാണ്. ഒരു പോസിറ്റീവ് ഡ്രൈവ് തരുന്ന ഒരു ഡ്രൈവിംഗ് സിസ്റ്റമാണ്, അല്ലെങ്കിൽ ഒരു പവർ ട്രാൻസ്മിഷൻ സിസ്റ്റമാണ് ചെയിൻ ഡ്രൈവ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ ബെൽറ്റ് കൊണ്ട് സാധിക്കും. പക്ഷെ ബെൽറ്റിന്റെ കേസിൽ അത് സാധിക്കണമെന്നില്ല. ചെയിന്റെ കേസിൽ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു സ്പീഡ് തരാൻ നമുക്ക് സാധിക്കും. ഇനി എഫിഷ്യൻസിന്റെ കേസ് എടുക്കുകയാണെങ്കിലും നമുക്ക് 95 മുതൽ 98% ഓഫ് എഫിഷ്യൻസി, നമുക്കൊരു ഷാഫ്റ്റിൽ ഉണ്ടാവുന്ന പവറിന് അതിന്റെ ഒരു 95-98% പവർ നമുക്ക് മറ്റൊരു ഷാഫ്റ്റിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നത് ഒരു ബെൽറ്റ് ചെയിൻ ഡ്രൈവിന്റെ ഒരു പ്രത്യേകതയാണ്. കാരണം അതിന്റെ സ്ലിപ്പ് മറ്റു കാര്യങ്ങളൊന്നും വരുന്നില്ല. യൂണിഫോം ആയിട്ട് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് സ്പീഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പവറിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി ചെയിൻ ഡ്രൈവിന്റെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് ഇതൊരു കോമ്പാക്ട് ഡിസൈനാണ്. നമുക്ക് വളരെ ഒതുക്കമുള്ള ഒരു ഡിസൈനാണ് നമുക്ക് ചെയിൻ ഡ്രൈവിന്റെ കേസിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ നമുക്കൊരു നല്ല രീതിയിലുള്ള പവർ, ബെൽറ്റ് ഷാഫ്റ്റിൽ വരുന്ന നല്ല രീതിയിലുള്ള പവർ നമുക്ക് മറ്റൊരു ഷാഫ്റ്റിലേക്ക് എത്തിക്കാൻ ഈ പറഞ്ഞിരിക്കുന്ന പോലെ ചെയിൻ ഡ്രൈവിൽ മറ്റ് ഡ്രൈവിംഗ് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ നമുക്ക് സാധിക്കും എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കാനുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു അപ്ലിക്കേഷനിൽ നമുക്ക് ഹൈ ടോർക്ക് ലോ സ്പീഡ് വരുന്ന അപ്ലിക്കേഷനിൽ ബൈസൈക്കിളിലും മോട്ടോർ സൈക്കിളിലൊക്കെ നമ്മളിത് ഉപയോഗിക്കുന്നത്. പിന്നെ ലൈഫിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല പ്രോപ്പർ ആയിട്ടുള്ള ലൂബ്രിക്കേഷനും മെയിൻ്റെനൻസും മറ്റു കാര്യങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ലൈഫ് പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്കൊരു ചെയിൻ ഡ്രൈവിന്റെ കേസിൽ സാധിക്കും. ഓക്കെ, ഇനി അടുത്തത് നാലാമത്തെ മൊഡ്യൂളിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളാണ് മനസ്സിലാക്കാനുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൽ പറയാനുള്ള ഒരു കാര്യം, നാലാമത്തെ മൊഡ്യൂളിൽ നമുക്ക് ക്യാബിന്റെ പ്രൊഫൈല് വരയ്ക്കാനായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ കണ്ടിട്ടുള്ളത്. അപ്പൊ ക്യാബിന്റെ പ്രൊഫൈൽ വരയ്ക്കുന്ന ഒരു കാര്യം ഈ ഒരു മൊഡ്യൂളിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ മനസ്സിലാക്കുക. ക്യാബിന്റെ പ്രൊഫൈല്, അതിന്റെ ക്യാബിന്റെ ടൈപ്പുകൾ, അതിൽ ഉപയോഗിക്കുന്ന ഫോളോവർ, അതിന്റെ ടൈപ്പ്, പിന്നെ നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഇന്റേണൽ കമ്പഷൻ എഞ്ചിനിൽ ഉപയോഗിക്കുന്ന പിസ്റ്റൺ, സിലിണ്ടർ, അതിന്റെ കണക്റ്റിംഗ് റോഡിന്റെ ഐ സെക്ഷന്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ്, ഇത്രയാണ് നാലാമത്തെ മൊഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഭാഗം. അപ്പോൾ ഈ ഒരു ഭാഗം നല്ല രീതിയിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായിട്ട് കഴിഞ്ഞ കൊല്ലങ്ങളിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് കണക്റ്റിംഗ് റോഡ് ഓഫ് ആൻ ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ? ഒരു ഇന്റേണൽ കമ്പഷൻ എഞ്ചിനിലെ കണക്റ്റിംഗ് റോഡിന്റെ മെയിൻ ഫങ്ഷൻ എന്താണ്? നമുക്കറിയാം, നമുക്കൊരു ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ ഒരു സിലിണ്ടർ കൊടുത്തിട്ടുണ്ട്. ആ സിലിണ്ടറിനുള്ളിൽ ഒരു പിസ്റ്റൺ വരുന്നുണ്ട്. ആ പിസ്റ്റണ് ഒരു കണക്റ്റിംഗ് റോഡ് വഴി നമ്മൾ ക്രാങ്ക് പറഞ്ഞിട്ടുള്ള ഒരു കമ്പോണന്റിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ പിസ്റ്റന്റെ മുകൾ വശത്ത് ആയിരിക്കും, അല്ലെങ്കിൽ പിസ്റ്റന്റെ മുകളിൽ വരുന്ന ഈ സിലിണ്ടറിന്റെ ഈ പോർഷനിലായിരിക്കും നമ്മൾ എയർ ഫിലിംസോ അല്ലെങ്കിൽ എയർ ഫ്യൂൽ ഇൻജെക്ട് ചെയ്യുന്ന രീതിയിലോ മറ്റോ ആയിട്ട് നമുക്ക് ഇവിടെ കമ്പഷൻ നടത്തിക്കൊണ്ട് പിസ്റ്റന്റെ ഒരു റെസിപ്രോക്കേറ്റിംഗ്, പിസ്റ്റൺ മുകളിലോട്ടും താഴത്തുള്ള ഒരു റെസിപ്രോക്കേറ്റിംഗ് മോഷനുകൾ സാധ്യമാക്കുന്നത്. ഈ റെസിപ്രോക്കേറ്റിംഗ് മോഷനെ നമുക്ക് വേണ്ട രീതിയിലുള്ള റോട്ടറി മോഷൻ ആക്കി മാറ്റുന്നത് ഈ ക്രാങ്ക് ഷാഫ്റ്റ് ആണ്. ഇതിന് രണ്ടിനും കണക്ട് ചെയ്യുന്ന പിസ്റ്റണിയും അതേപോലെ തന്നെ ക്രാങ്ക് ഷാഫ്റ്റിനെയും കണക്ട് ചെയ്യുന്ന ഒരു കമ്പോണന്റ് ആണ് നമ്മൾ കണക്റ്റിംഗ് റോഡ് പറഞ്ഞുള്ള ഭാഗം. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് കണക്റ്റിംഗ് റോഡ് ഓഫ് ആൻ ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ? ഒരു IC എഞ്ചിനിലെ കണക്റ്റിംഗ് റോഡിന്റെ ആവശ്യകത എന്താണ്, അല്ലെങ്കിൽ അതിന്റെ ഫങ്ഷൻ എന്താണ്? നമുക്ക് പറയാൻ സാധിക്കും, നമുക്ക് പിസ്റ്റന് വരുന്ന റെസിപ്രോക്കേറ്റിംഗ് മോഷനെ നമുക്ക് ക്രാങ്കിലേക്കുള്ള ഒരു റോട്ടറി മോഷൻ ആക്കി മാറ്റുന്ന ഒരു ഫങ്ഷൻ, ഒരു മെയിൻ ട്രാൻസിഷൻ മോഷൻ ആണ് ഇവിടെ കണക്റ്റിംഗ് റോഡ് ചെയ്യുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്, ദ പോർഷൻ ഓഫ് ദ പിസ്റ്റൺ ബിലോ ദ റിംഗ് സെക്ഷൻ ഈസ് നോൺ ആസ്. നമ്മളൊരു ഈ ഒരു പിസ്റ്റന്റെ ഒരു സെക്ഷൻ വ്യൂ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഒരു പിസ്റ്റന്റെ ഭാഗങ്ങൾ മനസ്സിലാക്കൽ നാലാമത്തെ മൊഡ്യൂളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഭാഗമാണ്. ഈ പിസ്റ്റന്റെ ഭാഗങ്ങളെ പറ്റിയെല്ലാം ക്വസ്റ്റ്യൻസ് വന്ന് കണ്ടിട്ടുണ്ട്. ഒരു പിസ്റ്റണിൽ
റിങ് നമ്മൾക്ക് ഇവിടെ കുറെ റിങ് ഇടാൻ വേണ്ടിയിട്ട് കുറെ ക്ലൂസ് കൊടുത്തിട്ടുണ്ട്. എന്തിനാണ് റിങ് കൊടുക്കുന്നത് ആവശ്യകത? ഇവിടെ അല്ല, പിസ്റ്റൺ റിങ് കൊടുത്തിട്ടുണ്ട്. എന്തിനാണ് പിസ്റ്റൺ റിങ്ങിന്റെ ആവശ്യകത? നമ്മുടെ ഇവിടെ വരുന്ന എയർ ഫിൽ മിക്സറിന്റെ കത്തിച്ചുകൊണ്ട് ആ ഒരു പ്രഷർ അല്ലെങ്കിൽ ആ ഫോഴ്സ് കാരണമാണ് എന്ത് ചെയ്യുന്നത്, പിസ്റ്റൺ താഴോട്ട് മുകളിലോട്ട് പോകുന്നത്. അങ്ങനെ ഈ പിസ്റ്റണും ഈ സിലിണ്ടറും തമ്മിൽ എന്തെങ്കിലും രീതിയിൽ വിയർ ആൻഡ് ടിയർ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, അതേപോലെ മുകളിൽ വരുന്ന കമ്പഷൻ ചേമ്പറിൽ വരുന്ന എയർ ഫ്യൂൽ മിക്സർ താഴോട്ട് ലീക്ക് ആയി പോകാതിരിക്കാൻ വേണ്ടിയൊക്കെയാണ് നമ്മളിവിടെ പിസ്റ്റൺ റിങ്ങുകൾ കൊടുത്തിട്ടുള്ളത്. ആ ഒരു കേസിൽ നമുക്ക് പിസ്റ്റൺ റിങ്ങിന്റെ ഏറ്റവും അവസാനത്തെ ഗ്രൂ മുതൽ പിസ്റ്റന്റെ ഏറ്റവും താഴെ വരെയുള്ള ഈ ഒരു ഡിസ്റ്റൻസിന് എന്ത് പേരിലാണ് അറിയപ്പെടുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദ പോർഷൻ ഓഫ് ദ പിസ്റ്റൺ ബിലോ ദ റിംഗ് സെക്ഷൻ ഈസ് നോൺ ആസ്, അതാണ് പിസ്റ്റൺ സ്കേർട്ട് എന്ന് പറഞ്ഞത്. അപ്പൊ ഈ ഒരു ഭാഗമാണ് പിസ്റ്റന്റെ സ്കേർട്ട് എന്ന് പറഞ്ഞത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്, വാട്ട് ഈസ് ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് എ എൻജിൻ സിലിണ്ടർ? ഒരു എൻജിൻ സിലിണ്ടറിന്റെ ഫംഗ്ഷൻ എന്താണ്? മുമ്പത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഒരു പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെന്റിൽ നമ്മളൊരു റെസിപ്രോക്കേറ്റിംഗ് മോഷൻ, പിസ്റ്റന്റെ റെസിപ്രോക്കേറ്റിംഗ് മോഷൻ നമ്മൾ സിലിണ്ടറിലെ ക്രാങ്ക് ഷാഫ്റ്റിൽ ഒരു റോട്ടറി മോഷനാക്കി മാറ്റുന്ന ഒരു പരിപാടിയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അതിൽ പിസ്റ്റൺ സിലിണ്ടർ എന്നുള്ള സിലിണ്ടർ ഭാഗത്തിന് വളരെ രീതിയിൽ ഇമ്പോർട്ടൻസ് വരുന്നുണ്ട്. അങ്ങനെ സിലിണ്ടറിന്റെ ഫങ്ഷൻസ് ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തത് ഒരു കമ്പഷൻ ചേംബർ ആയിട്ട് അത് ആക്ട് ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് ഇവിടെ എയർ ഫിൽ മിക്സർ എത്തിക്കൊണ്ട് നല്ല രീതിയിലുള്ള ഹൈ പ്രഷർ ടെമ്പറേച്ചറും കാരണം നമുക്ക് കത്തി അതിന്റെ ഒരു പവർ കാരണമാണ് പിസ്റ്റൺ താഴോട്ട് വരുന്നത്. അപ്പൊ അങ്ങനെ ഒരു കമ്പഷൻ ചേംബർ ആയിട്ട് ആക്ട് ചെയ്യുന്നത് എൻജിൻ സിലിണ്ടർ ആണ്. അതേപോലെ തന്നെ പിസ്റ്റന്റെ ഒരു കറക്റ്റ് അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റിന് വേണ്ടിയിട്ട് കറക്റ്റ് ഒരു ഗൈഡൻസ് കൊടുക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്ന പിസ്റ്റൺ സിലിണ്ടർ ആണ്. ഗൈഡ് ഫോർ ദ പിസ്റ്റൺ മൂവ്മെന്റ്. അതേപോലെ എനർജി കൺസർവേഷൻ, നമുക്കൊരു പ്രോപ്പർ ആയിട്ട് ഫ്യൂവലിൽ വരുന്ന കെമിക്കൽ എനർജിനെ നമുക്ക് ആവശ്യമുള്ള രീതിയിലുള്ള മെക്കാനിക്കൽ എനർജി ആക്കി മാറ്റുന്ന മെയിൻ പരിപാടി നടക്കുന്നതും ഈ ഒരു എൻജിൻ സിലിണ്ടറിന്റെ ഉള്ളിൽ വെച്ചിട്ടാണ്. ബാക്കിയുള്ള എൻജിൻ കമ്പോണന്റിനെ സപ്പോർട്ട് ചെയ്യുന്നുള്ള ഒരു കർത്തവ്യം കൂടി ഈ ഒരു എൻജിൻ സിലിണ്ടറിന്റെ ഭാഗത്ത് നിർവഹിക്കുന്നുണ്ട്. ബാക്കി കമ്പോണന്റുകളായിട്ടുള്ള പിസ്റ്റൺ റിങ്, സിലിണ്ടർ ഹെഡ്, വാൾസ്, മറ്റ് എല്ലാ കമ്പോണന്റിനും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നതും ഈ ഒരു എൻജിൻ സിലിണ്ടറിന്റെ ഒരു മെയിൻ ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പൊ ഒരു എൻജിൻ സിലിണ്ടറിന്റെ അല്ലെങ്കിൽ എൻജിൻ സിലിണ്ടറിന്റെ കേസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ചിലപ്പോൾ അത് കണക്ടിങ് റോഡിന്റെ ആവാം, അല്ലെങ്കിൽ പിസ്റ്റന്റെ ആവാം, ക്രാങ്കിന്റെ ആവാം, അങ്ങനെ ഏത് രീതിയിലുള്ള എൻജിൻ കമ്പോണന്റിന്റെയും ഫങ്ഷൻസ്, ബേസിക് ആയിട്ടുള്ള ഫങ്ഷൻസ് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ. രണ്ടാമത്തെ അടുത്തൊരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ള പാർട്ട് സിയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് പാർട്ട് ബി ആണ് കൊടുത്തിട്ടുള്ളത്, പാർട്ട് സിയിലായിരിക്കും വരിക. പാർട്ട് സിയിൽ മിക്ക കൊല്ലങ്ങളിലും ഒരു ക്യാമ്പ് പ്രൊഫൈൽ വരയ്ക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ കണ്ടുവന്നിട്ടുണ്ട്. ക്യാമ്പ് പ്രൊഫൈൽ വരയ്ക്കേണ്ട രീതി മനസ്സിലാക്കിയാൽ ഈ 4ാമത്തെ മൊഡ്യൂളിന്റെ ഒരു പാർട്ട് സിന്റെ ക്വസ്റ്റ്യൻ നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അതിനു മുമ്പ് ക്യാമ്പ് എന്നുള്ളൊരു കമ്പോണന്റ് നമുക്ക് പരിചയമാണെന്ന് അറിയാം. ഈ കാണിച്ചിരിക്കുന്നതാണ് ഒരു ക്യാം ആൻഡ് ഫോളോവർ അറേഞ്ച്മെന്റ് പറഞ്ഞത്. ഈ ക്യാം ഉള്ളത് നമുക്ക് ഒരു ഷാഫ്റ്റിലെ മറ്റേ കണക്ട് ചെയ്തിട്ടുണ്ടാവും. ക്യാം റൊട്ടേറ്റ് ചെയ്യുന്നതിന്റെ ആനുപാതികമായിട്ട് ഇവിടെ ഒരു ഫോളോവർ വെച്ചിട്ടുണ്ടാവും. ഈ ഫോളോവർ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ് അല്ലെങ്കിൽ റെസിപ്രോക്കേറ്റിംഗ് മോഷൻ നടക്കും. ഈ ക്യാം പ്രൊഫൈലിന് മുകളിലൂടെ പോകുമ്പോൾ ഈ ഒരു ഫോളോവർ റൈസ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ മുകളിലോട്ട് പൊന്തുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിന് റൈസിങ് സ്ട്രോക്ക് അല്ലെങ്കിൽ ഔട്ട് സ്ട്രോക്ക് എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. ഇനി ക്യാം റൊട്ടേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഈ ഫോളോവർ താഴെയാണെങ്കിൽ നമുക്ക് അതിനെ റിട്ടേൺ സ്ട്രോക്ക് എന്ന് പറയും. ഇനി ക്യാം റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഫോളോവർ യാതൊരു രീതിയിലുള്ള മൂവ്മെന്റും കാണിക്കുന്നില്ലെങ്കിൽ അങ്ങനത്തെ ഒരു മൂവ്മെന്റിൽ പീരീഡ് എന്ന് പറയുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു ഭാഗങ്ങൾ ഒരു ക്യാം ഫോളോവറിന്റെ കേസ് നമുക്ക് മനസ്സിലാക്കണം. അതിന്റെ റൈസിങ് പോർഷൻ വരുന്നുണ്ട്, റെസ്റ്റ് ചെയ്യുന്ന ഒരു പോർഷൻ വരുന്നുണ്ട്, റിട്ടേൺ വരുന്ന സ്ട്രോക്ക് വരുന്നുണ്ട്, പിന്നെയും റെസ്റ്റ് ചെയ്യുന്ന ഒരു പോർഷൻ വരുന്ന രീതിയിലാണ് മിക്കവാറും ക്യാം പ്രൊഫൈലുകൾ കാണപ്പെടുന്നത്. അപ്പൊ അങ്ങനത്തെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് എന്തായിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. ഇതില് നമ്മൾ ഉപയോഗിക്കുന്ന ഫോളോവർ
ഏത് ഫോളോവർ ആണെന്നുള്ള ഒരു കാര്യത്തിനെ പറ്റിയൊരു ധാരണ ഉണ്ടായിരിക്കണം. വ്യത്യസ്ത രീതിയിലുള്ള ഫോളോവർ നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് ക്യാം ആൻഡ് പ്രൊഫൈലിന്റെ കേസിൽ നമുക്ക് വരയ്ക്കേണ്ടതുണ്ട്. അതിൽ നൈഫ് എഡ്ജ് ഫോളോവർ വരുന്നുണ്ട്, റോളർ ഫോളോവർ വരുന്നുണ്ട്, ഫ്ലാറ്റ് ഫോളോവർ വരുന്നുണ്ട്. ഇങ്ങനെ 3 ടൈപ്പ് ഓഫ് ഫോളോവർ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ആ മൂന്നിന്റെയും ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രമേ ക്യാമിന്റെ പ്രൊഫൈൽ വരയ്ക്കുന്നതിന്റെ ഭാഗമായിട്ട് വരുന്നത്. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നൈഫ് എഡ്ജ് ഫോളോവറിൽ ഉപയോഗിച്ചുകൊണ്ട് ഒരു ക്യാം പ്രൊഫൈൽ വരയ്ക്കേണ്ട ഒരു സാഹചര്യമാണ്. ക്വസ്റ്റ്യൻ നമുക്ക് വായിച്ചു നോക്കാം. ഡ്രോ ദ പ്രൊഫൈൽ ഓഫ് എ ക്യാം ടു ഗീവ് ദ ഫോളോയിങ് മോഷൻ ടു ദ നൈഫ് എഡ്ജ് ഫോളോവർ. അപ്പൊ അതിൽ പറഞ്ഞിരിക്കുന്ന ക്യാമിന്റെ റൊട്ടേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഔട്ട്സ്ട്രോക്ക് ഡ്യൂറിങ് 60 ഡിഗ്രി ഓഫ് ക്യാം റൊട്ടേഷൻ. ക്യാമിന്റെ ആദ്യത്തെ 60 ഡിഗ്രി റൊട്ടേഷനിൽ ഔട്ട്സ്ട്രോക്ക് പറഞ്ഞാൽ റൈസിംഗ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത്. അപ്പൊ ആദ്യത്തെ 60 ഡിഗ്രി നമ്മൾ ക്യാം വരയ്ക്കുന്ന കേസിൽ ക്യാമിന്റെ ആദ്യത്തെ 60 ഡിഗ്രി എന്ന് പറഞ്ഞത് എന്തായിരിക്കും? അത് റൈസിംഗ് പീരീഡ് ആയിരിക്കും. പിന്നീട് വരുന്ന 30 ഡിഗ്രി ഡിവൽ പീരീഡ് ആണ്. പിന്നെ വരുന്ന 30 ഡിഗ്രി എന്ന് പറഞ്ഞത് ആദ്യത്തെ 60 റൈസിംഗ് ആണ്. പിന്നത്തെ 30 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവൽ പീരീഡ് ആണ്. പിന്നെ ക്വസ്റ്റ്യനിൽ മൂന്നാമത്തെ പോയിന്റ് പറഞ്ഞത് റിട്ടേൺ സ്ട്രോക്ക് ഡ്യൂറിംഗ് നെക്സ്റ്റ് 60 ഡിഗ്രി ഓഫ് ക്യാം റൊട്ടേഷൻ. പിന്നീട് വരുന്ന 60 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ക്യാമിന്റെ പ്രൊഫൈലില് അല്ലെങ്കിൽ ഫോളോവർ റിട്ടേൺ വരുന്ന സ്ട്രോക്കാണ് വരുന്നത്. നാലാമത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ഡിവൽ ഫോർ ദ റിമൈനിങ് റൊട്ടേഷൻ ഓഫ് ക്യാം. ബാക്കി വരുന്ന പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ റെസ്റ്റിംഗ് പീരീഡ് ആയിട്ടാണ് വരുന്നത്, അല്ലെങ്കിൽ ഡിവൽ പീരീഡ് ആണ് വരുന്നത്. മൊത്തം ഒരു ക്യാമിൽ 360 ഡിഗ്രിയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ആ 360 ഡിഗ്രിയിൽ ആദ്യത്തെ 60 ഡിഗ്രി റൈസിംഗ് ആയിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ 30 ഡിഗ്രി ഇവിടെ റെസ്റ്റിംഗ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നത്തെ ഒരു 30 ഡിഗ്രി റെസ്റ്റിംഗ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. വീണ്ടും ഒരു 60 ഡിഗ്രി ക്യാമിന്റെ പ്രൊഫൈലിൽ ഒരു റിട്ടേൺ സ്ട്രോക്ക് ആണ് നടക്കുന്നത്. പിന്നെ ഒരു 60 ഡിഗ്രി റിട്ടേൺ സ്ട്രോക്ക് ആണ് നടക്കുന്നത്. അപ്പോൾ 160, 150 ഡിഗ്രി ടോട്ടലായിട്ട് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി വരുന്ന റിമൈനിങ് ഭാഗം കാണാൻ വേണ്ടിയിട്ട് ഈ 360-ന്ന് 150 എന്ത് ചെയ്യാം, മൈനസ് ചെയ്യാം. ഏകദേശം 210 ഡിഗ്രി എന്ന് വാല്യൂ കിട്ടും. അതായത് ആദ്യത്തെ 60 ഡിഗ്രി നമുക്ക് θ1 എന്ന് ഓർക്കുക. θ1 എന്ന് പറഞ്ഞാൽ 60 ഡിഗ്രി, അത് റൈസിംഗ് ആണ്. പിന്നത്തെ θ2 ഒരു 30 ഡിഗ്രി, അത് റെസ്റ്റിംഗ് ആണ്. പിന്നെ θ3 അത് 60 ഡിഗ്രിയാണ് പറഞ്ഞിട്ടുള്ളത്. മൂന്നാമത്തെ കേസ് 60 ഡിഗ്രിയാണ് പറഞ്ഞിട്ടുള്ളത്, അത് റിട്ടേൺ ആണ്. പിന്നെ θ4 അത് 210 ആണ്, അത് വീണ്ടും റെസ്റ്റിംഗ് പീരീഡ് ആണ് വരുന്നത്. അപ്പൊ ഇങ്ങനെയാണ് ഈ ക്യാമിന്റെ പ്രൊഫൈലിന്റെ ഒരു കാര്യം വരുന്നത്. പിന്നീട് ക്വസ്റ്റ്യനിൽ ബാക്കി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സ്ട്രോക്ക് ഓഫ് ദ ഫോളോവർ. നമ്മളൊരു ഫോളോവർ റൈസ് ചെയ്യും റിട്ടേൺ ചെയ്യുന്നുള്ള കാര്യം പറഞ്ഞല്ലോ. ആ ഫോളോവറിന് മാക്സിമം എത്താൻ സാധിക്കുന്ന ഒരു ഡിസ്റ്റൻസ് ആണ് 20 mm എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ ഒരു ക്യാമിന്റെ പ്രൊഫൈലിന്റെ ഒരു മിനിമം റേഡിയസ് എന്ന് പറയുന്നത് 50 mm ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ ഇതിന്റെ ഫോളോവർ, ദ ആക്സിസ് ഓഫ് ദ ഫോളോവർ ഈസ് ഓഫ്സെറ്റഡ് ബൈ 20 mm ഫ്രം ദ ആക്സിസ് ഓഫ് ദ ക്യാം. ക്യാമിന്റെ റൊട്ടേഷൻ ചെയ്യുന്ന ആക്സിസിൽ നിന്ന് 20 mm മാറിയിട്ടാണ് നമ്മുടെ ഫോളോവറിന്റെ ആക്സിസ് വരുന്നത്. അപ്പൊ അങ്ങനെ ഒരു ടേമും കൂടി ഈ ക്വസ്റ്റിന്റെ ഭാഗമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഈ ക്യാമിന്റെ പ്രൊഫൈല് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് ഈ ഓഫ്സെറ്റ് പറഞ്ഞ ഭാഗം ഉണ്ടോ എന്നുള്ള കാര്യം. നമ്മൾ ക്യാം റൊട്ടേറ്റ് ചെയ്യുന്ന ആക്സിസിന്റെ അതേ ആക്സിസിൽ തന്നെ ഫോളോവർ വെക്കുന്ന രീതിയിൽ വരാറുണ്ട്. അതേപോലെ തന്നെ അത് മാറ്റിയിട്ട് നമ്മൾ ക്യാം റൊട്ടേറ്റ് ചെയ്യുന്ന ആക്സിസിൽ നിന്ന് കുറച്ച് മാറിയിട്ടുള്ള ഒരു ആക്സിസിൽ ഫോളോവർ വെക്കാറുണ്ട്. അപ്പൊ ഓഫ്സെറ്റ് എന്നുള്ള രീതി വന്നു കഴിഞ്ഞാൽ അത് ചെയ്യേണ്ട രീതി കുറച്ച് മാറ്റം വരുന്നുണ്ട്. അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഓഫ്സെറ്റ് ബൈ 20 mm ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ദ ഫോളോവർ മൂവ്സ് ദ യൂണിഫോം വെലോസിറ്റി ഡ്യൂറിംഗ് ദ ബോത്ത് ഔട്ട്സ്ട്രോക്ക് ആൻഡ് റിട്ടേൺ സ്ട്രോക്ക്. അതായത് നമ്മൾ റൈസിംഗിന്റെ കേസിലും റിട്ടേൺ സ്ട്രോക്കിന്റെ കേസിലും നമ്മൾ ഈ ക്യാമിന്റെ പ്രൊഫൈല് വരയ്ക്കേണ്ടത് യൂണിഫോം വെലോസിറ്റി എന്നുള്ള രീതിയിലാണ്. നമുക്ക് ക്യാം ആൻഡ് ഫോളോവർ
ഡ്രോയിങ്ങിന്റെ കേസിൽ നമുക്ക് DAC എന്ന സബ്ജക്റ്റില് ക്യാമിന്റെയും ഫോളോവറിന്റെയും കേസ് വരുന്ന അല്ലെങ്കിൽ ഡ്രോയിങ് വരയ്ക്കുന്ന സാഹചര്യത്തിൽ ക്വസ്റ്റ്യൻ വായിക്കുകയാണെങ്കിൽ അത് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് മാർക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, അതിൽ ഉപയോഗിക്കുന്ന ഫോളോവർ ഏത് ടൈപ്പ് ആണെന്നുള്ളത്. അതിവിടെ പോയിന്റ് നൈഫ് എടുത്ത് ഫോളോവർ വരുന്നുണ്ട്, റോളർ ഫോളോവർ വരുന്നുണ്ട്, അതേപോലെ തന്നെ ഫ്ലാറ്റ് ഫോളോവർ വരുന്നുണ്ട്. ഇതിൽ ഏത് ഫോളോവർ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കണം. രണ്ടാമതായിട്ട് നമുക്ക് ഈ ഒരു ഗിവൺ ഡാറ്റാസ് നല്ല വൃത്തിക്ക് ഏതൊക്കെയാണ് ആംഗിൾ, ഏതൊക്കെ ആംഗിളിലാണ് എന്തൊക്കെ സംഭവിക്കുന്നുള്ളത് വളരെ വൃത്തിയായിട്ട് എന്ത് ചെയ്യാം, ഗിവൺ ഡാറ്റാസ് നമ്മളിവിടെ കൊടുത്തിരിക്കണം. ഓരോ ആംഗിളും നമ്മൾ വൃത്തിയായിട്ട് എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. അതിനുശേഷം ഇതില് ഏതെങ്കിലും രീതിയിലുള്ള ഓഫ്സെറ്റ് കൊടുത്തിട്ടുണ്ടോ, അതായത് നമ്മുടെ ക്യാമറ റൊട്ടേഷൻ ചെയ്യുന്ന അതേ ആക്സിസിൽ അല്ലാതെ മറ്റേതെങ്കിലും ഒരു ആക്സിസിൽ ആയിട്ടാണോ ഫോളോവർ വെച്ചിട്ടുള്ള ഒരു കാര്യം എന്ത് ചെയ്യണം, നോക്കണം. അതായത് ഇതിൽ ഓഫ്സെറ്റ് എന്നുള്ള ഒരു ടേം പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം എന്ത് ചെയ്യാം, ശ്രദ്ധിക്കണം. ഓഫ്സെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യേണ്ട രീതി മറ്റൊരു രീതിയിലാണ്. ഓഫ്സെറ്റ് ചെയ്യുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് ഈ ഒരു ക്യാമറ റൊട്ടേറ്റ് ചെയ്യുന്ന അതേ പോയിന്റിൽ വെച്ചുകൊണ്ട് എന്ത് ചെയ്യാം, ഫോളോവർ വെച്ചുകൊണ്ട് നമുക്ക് ബാക്കി ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. മൂന്നാമത്തെ ഒരു കേസ് പറയുന്നത്, ഇത് പ്രൊഫൈല് നമ്മൾ ഔട്ട് സ്റ്റോക്കും റിട്ടേൺ സ്റ്റോക്കിന്റെ കേസ് പറഞ്ഞിട്ടുണ്ട്. ആ ഔട്ട് സ്റ്റോക്കിലും റിട്ടേൺ സ്റ്റോക്കിലും ആ പ്രൊഫൈല് ഏത് രീതിയിലാണ് വരച്ചെടുക്കുന്ന കേസ്. നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് യൂണിഫോം വെലോസിറ്റി എന്നുള്ള മെത്തേഡാണ്. യൂണിഫോം വെലോസിറ്റി അല്ലാതെ സിമ്പിൾ ഹാർമോണിക് മോഷനിൽ നമുക്ക് ഈ പ്രൊഫൈൽ വരച്ചെടുക്കാൻ സാധിക്കും. അതേപോലെ തന്നെ കോൺസ്റ്റന്റ് ആക്സിലറേഷൻ ആൻഡ് റിട്ടാർഡേഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പ്രൊഫൈൽ വരച്ചെടുക്കാൻ സാധിക്കും. അതെല്ലാം വളരെ ചെറിയ മൈന്യൂട്ട് മാറ്റങ്ങളാണ് ഇവ തമ്മിലുള്ളത്. അപ്പോൾ ഒരു രീതി നല്ല രീതിയിൽ മനസ്സിലാക്കിയതിനു ശേഷം മറ്റു രീതിയും കൂടി കമ്പയർ ചെയ്ത് എന്ത് ചെയ്യാൻ പഠിക്കുക. ഓക്കെ, ഇനി ക്യാമിന്റെ പ്രൊഫൈല് വരയ്ക്കുന്ന ഒരു രീതിയാണ് പറഞ്ഞത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ക്യാമിന്റെ പ്രൊഫൈല് വളരെ വൃത്തിയായിട്ട് നമുക്ക് വരച്ചെടുക്കാൻ സാധിക്കും. ഈ രീതിയിലാണ് നമ്മൾ ക്യാമിന്റെ പ്രൊഫൈല് വരച്ചെടുക്കേണ്ടത്. നമുക്ക് ചെയ്യേണ്ട ആദ്യ സ്റ്റെപ്പുകൾ എങ്ങനെയൊക്കെ എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ആദ്യമായിട്ട് ഒരു ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രാം പറഞ്ഞിട്ടുള്ള ഒരു ഡയഗ്രാം എന്ത് ചെയ്യണം, വരയ്ക്കണം. നമ്മൾ ക്യാമറ റൊട്ടേഷൻ ചെയ്യുന്നത് ഒരു 360 ആംഗിളാണ് പറഞ്ഞിട്ടുള്ളത്. ആ 360 ആംഗിൾ നമ്മൾ XY എന്നുള്ള രീതിയിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് കാണിക്കുന്ന ഒരു ഡയഗ്രത്തിനാണ് ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രാം പറഞ്ഞത്. അതിന്റെ എക്സ് ഭാഗത്ത് നമ്മൾ ഇതിന്റെ ക്യാമിന്റെ റൊട്ടേഷനും Y ഭാഗത്ത് നമ്മളെ ഫോളോവർ എത്ര ഹൈറ്റ് ഉയരും എന്ന കാര്യമാണ് കാണിക്കുന്നത്. നമുക്ക് വരയ്ക്കാൻ സുഖത്തിന് ഒരു 18 സെന്റിമീറ്ററിൽ ആണ് നമ്മൾ വരയ്ക്കി തുടങ്ങുന്നത്. നമ്മളൊരു ആൻസർ ഷീറ്റിന്റെ വരയ്ക്കാൻ സൂട്ടബിൾ ആയിട്ടുള്ള ഒരു അളവ് പറഞ്ഞാൽ ഇതിന്റെ ഒരു പകുതി എന്നുള്ള രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ 18 സെന്റിമീറ്റർ എന്ത് ചെയ്യാൻ വരച്ച് തുടങ്ങാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു അളവുകളും അതിന് ആനുപാതികമായിട്ട് എന്ത് ചെയ്യണം, മാറ്റണം. 60 ഡിഗ്രി ആണെങ്കിൽ അതിന്റെ പകുതി എന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 3 സെന്റിമീറ്റർ എന്നുള്ള രീതിയിൽ കൊടുക്കണം. ഈ 30 ഡിഗ്രി ആണെങ്കിൽ അത് നമ്മളൊരു ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രത്തിലേക്ക് വരയ്ക്കുകയാണെങ്കിൽ അതിന്റെ ഒരു 1.5 എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യണം, കൊടുക്കണം. 1.5 സെന്റിമീറ്റർ രീതിയിൽ കൊടുക്കണം. അതേപോലെ നെക്സ്റ്റ് 60 വരും. പിന്നെ 210 ആണെങ്കിൽ എന്ത് ചെയ്യണം, 105 അതായത് 10.5 എന്നുള്ള രീതിയിൽ സെന്റിമീറ്റർ എന്നുള്ള രീതിയിൽ അതിൽ മാർക്ക് ചെയ്യണം. ഇനി നമ്മൾ θ1, θ2, θ3 എല്ലാ ആംഗിളുകളും നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം, മാർക്ക് ചെയ്യണം. θ1, θ2, θ3, θ4. അതായത് നമ്മൾ എങ്ങനെയാണോ ഈ അളവെടുക്കുന്നത്, അപ്പൊ നമ്മൾ വരയ്ക്കാൻ സുഖത്തിന് 18 സെന്റിമീറ്ററിലാണ് വരയ്ക്കുന്നതെങ്കിൽ നമ്മൾ ഈ രീതിയിൽ അളവുകൾ എടുക്കുക. ഇനി അതല്ല 360 ഡിഗ്രി നമുക്ക് പക്കായിട്ട് വരയ്ക്കാൻ പറ്റുന്ന എന്ത് ചെയ്യാം, 6 സെന്റിമീറ്റർ, 3 സെന്റിമീറ്റർ, 6 സെന്റിമീറ്റർ, 25 സെന്റിമീറ്റർ രീതിയിൽ എന്ത് ചെയ്യാൻ വരച്ചെടുക്കാൻ സാധിക്കും. നിങ്ങൾ എടുക്കുന്ന സ്കെയിലിനനുസരിച്ച് എന്ത് ചെയ്യണം, ബാക്കി ഡ്രോയിങ്ങിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് എന്ത് ചെയ്യാം. അതിനുശേഷം കോൺസ്റ്റന്റ് വെലോസിറ്റി മെത്തേഡിലാണ് നമ്മൾ ഡ്രോയിങ് വരയ്ക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ ഔട്ട് സ്റ്റോക്ക്, നമ്മളെ റൈസിങ് സ്ട്രോക്കും അതേപോലെ റിട്ടേൺ സ്ട്രോക്കിനും ഈക്വൽ ആയിട്ടുള്ള ഒരു 6 ഭാഗങ്ങളായിട്ട് മാറ്റുക. അതിനുശേഷം ഈ 6 ഭാഗങ്ങളിലെ ആദ്യത്തെ പോയിന്റും അവസാനത്തെ പോയിന്റും തമ്മിൽ എന്ത് ചെയ്യുക, ഒരു സ്ട്രേറ്റ് ലൈൻ കൊണ്ട് നമ്മൾ വരയ്ക്കാം. ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഈ 1, 2, 3, 4, 5, 6 എന്നുള്ള മാർക്ക് ചെയ്തിരുന്ന നമ്മളെ ഔട്ട് സ്റ്റോക്കിൽ മാർക്ക് ചെയ്തിരുന്ന ലൈനിനെ ടച്ച് ചെയ്യുന്ന പോയിന്റ് നമുക്ക് എന്ത് ചെയ്യാം, ABCDEF എന്നുള്ള രീതിയിൽ മാർക്ക് കൊടുക്കാം. സിമിലർലി നമ്മൾ റിട്ടേൺ സ്റ്റോക്ക് എന്ത് ചെയ്യാം, മാർക്ക് ചെയ്യാം.
അതിനുശേഷം നമ്മൾ ഈ ഡ്രോയിങ് വരച്ച് തുടക്കുന്ന കേസിൽ നമ്മളിവിടെ ക്യാമിന്റെ ഒരു ബേസ് സർക്കിൾ വെച്ചുകൊണ്ട് എന്ത് ചെയ്യാം, ഒരു സർക്കിൾ ആദ്യം വരച്ചെടുക്കുക. ആ വരച്ചെടുത്തതിന് ശേഷം നമ്മുടെ ഒരു ക്യാമിന്റെ പ്രൊഫൈല് ഇവിടെയാണ് അതിന്റെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ വരുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിന് 20 സെന്റിമീറ്റർ 20 mm മാറിയിട്ട് ആണ് അതിന്റെ ഫോളോവർ സിറ്റുവേഷൻ ചെയ്തെടുക്കുന്നത്. അപ്പൊ അത് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ക്യാം റൊട്ടേഷൻ ചെയ്യുന്ന ആക്സിസ് നിന്ന് 20 സെന്റിമീറ്റർ 20 mm മാറിക്കൊണ്ട് ഒരു ഫോളോവറിന്റെ ഒരു ആക്സിസ് കൂടി വരയ്ക്കും. അതിനുശേഷം ഒരു 20 mm ഒരു റേഡിയസ് വെച്ചുകൊണ്ട് ഒരു സർക്കിൾ നമ്മളിവിടെ വരച്ചെടുക്കുക. അപ്പോൾ 20 mm മാറിക്കൊണ്ടാണ് നമ്മൾ ഫോളോവറിന്റെ സിറ്റുവേറ്റ് ചെയ്യുന്നത്. അല്ലാത്ത കേസ് ഓഫ്സെറ്റ് ഇല്ല എന്ന് പറഞ്ഞ കേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു അതേ ആക്സിസിൽ നമുക്ക് ഫോളോവർ വരച്ച് സാധാരണ പോലെ നമുക്ക് എന്ത് ചെയ്യാൻ വരച്ചെടുക്കാൻ സാധിക്കും. ഇനി ഓഫ്സെറ്റ് വരുന്ന കേസിലാണ് ഇത് ചെറിയൊരു മാറ്റം വരുന്നത്. അതിനുശേഷം നമ്മുടെ ക്യാമറ റൊട്ടേറ്റ് ചെയ്യുന്ന ഈ സെൻട്രൽ പോയിന്റും നമ്മൾ ഫോളോവറിന്റെ പോയിന്റും തമ്മിൽ എന്ത് ചെയ്യാം, ഒരു ലൈൻ മാർക്ക് ചെയ്യാം. അതിനുശേഷം നമ്മൾ പറഞ്ഞിരിക്കുന്ന ഈ ഔട്ട് സ്ട്രോക്ക്, റെസ്റ്റ് പീരീഡ്, ഡിവൽ സ്ട്രോക്ക്, റിട്ടേൺ സ്ട്രോക്ക്, ഡിവൽ പീരീഡ് എന്നുള്ള ഈ അളവുകൾ ഈ ഒരു ബേസ് ചെയ്തില്ല, ഈ ഒരു ആക്സിസിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ മാർക്ക്. അത് 60 ഡിഗ്രി റൈസിംഗ് ആണ്, പിന്നെ വരുന്ന 30 ഡിഗ്രി റെസ്റ്റിംഗ് ആണ്, പിന്നെ വരുന്ന 60 ഡിഗ്രി റിട്ടേൺ ആണ്. ശേഷം ബാക്കി വരുന്ന 210 ഡിഗ്രി ഡിവൽ പീരീഡ് ആയിട്ട് തന്നെ വരും. അതിനുശേഷം വരുന്ന മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് അതിനുശേഷം ഈ 60 ഡിഗ്രീനെ നമ്മൾ ഈക്വൽ ആയിട്ട് എന്ത് ചെയ്യാം, 6 ഭാഗങ്ങളാക്കി മാറ്റുക. ഇവിടെ കൊടുത്തിരിക്കുന്ന അതേപോലെ തന്നെ ഈ 60 ഡിഗ്രീനെ നമ്മൾ എന്ത് ചെയ്യാം, 6 ഭാഗങ്ങളാക്കാം. അതേപോലെ തന്നെ റിട്ടേൺ സ്ട്രോക്കിന്റെയും 60 ഡിഗ്രി നമ്മൾ എന്ത് ചെയ്യാം, 6 ഭാഗങ്ങളാക്കി മാറ്റാം. അതിനുശേഷം നമ്മൾ ഓഫ്സെറ്റ് ചെയ്തിരിക്കുന്ന പോയിന്റിന് ടാൻജന്റ് ആയിട്ട് കൊണ്ട് എന്ത് ചെയ്യാം, ഒരു ലൈനുകൾ വരച്ചെടുക്കാം. ഇങ്ങനെ ടാൻജന്റ് ആവുന്ന രീതിയിൽ എന്ത് ചെയ്യാം, വരച്ചെടുക്കാം. പക്ഷെ നമ്മൾ ഇവിടെ കാണിച്ചിരിക്കുന്ന റൈസിംഗിൽ കാണിച്ചിരിക്കുന്ന ഈ ഓരോ മാർക്കിംഗ് 1 to A, 2 to B, 3 to C, 4 to D എന്നുള്ള ഓരോ മാർക്കിങ്സ് എന്ത് ചെയ്യാം, കറസ്പോണ്ടിങ് 6 ഡിവിഷൻസ് കൊടുത്തിരിക്കുന്ന ആംഗിളിൽ 6 ഡിവിഷൻ കൊടുത്തിരിക്കുന്ന ഭാഗത്ത് എന്ത് ചെയ്യാം, മാർക്ക് ചെയ്തെടുക്കുക. ശേഷം ആ പോയിന്റുകൾ ടച്ച് ചെയ്യുന്ന രീതിയിൽ എന്ത് ചെയ്യാം, ക്യാമറ പ്രൊഫൈൽ വരച്ചെടുക്കാം. ഇതേപോലെ തന്നെ റിട്ടേൺ സ്ട്രോക്കിൽ വരച്ചെടുത്ത് കഴിഞ്ഞ് റിമൈനിങ് ആയിട്ട് വരുന്ന ഭാഗത്ത് കൊണ്ട് കോമ്പസ് കൊണ്ട് എന്ത് ചെയ്യുക, അളവെടുത്ത് പക്കയായിട്ട് വരച്ച് കഴിഞ്ഞ് നമ്മൾ ക്യാമിന്റെ പ്രൊഫൈൽ വരച്ച ഭാഗം മാത്രം നല്ല രീതിയിൽ നല്ല ഹാർഡ് ആയിട്ടുള്ള പെൻസിൽ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാം, പ്രൊഫൈൽ മാർക്ക് ചെയ്യാം. ഒരു ഫോളോവർ വെച്ചുകൊണ്ട് നീറ്റ് ആയിട്ട് എന്ത് ചെയ്യാം, ഡ്രോയിങ് വരച്ചെടുത്ത് അതിന് ഭാഗങ്ങൾ ബേസ് സർക്കിൾ ഏതാണ്, ഓഫ്സെറ്റ് സർക്കിൾ ഏതാണ്, ആ ഓഫ്സെറ്റ് എന്നുള്ള ആംഗിൾ എത്രയാണ്, അതിൽ നമ്മൾ ഡിവിഷൻ കൊടുത്തിരിക്കുന്ന 1, 2, 3 എന്നുള്ള രീതിയിൽ ഡിവിഷൻ കൊടുത്തത് ഏതൊക്കെയാണ്, മറ്റേ ഇംഗ്ലീഷ് ലെറ്ററിലുള്ള ഡിവിഷൻ കൊടുത്തത് ഏതൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയിൽ ലൈറ്റ് പെൻസിൽ ഉപയോഗിച്ച് കൊണ്ട് ചെയ്യാൻ മാർക്ക് ചെയ്യാം. അതേപോലെ തന്നെ ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രാം ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അട്രാക്റ്റീവ് ആയിട്ട് എന്ത് ചെയ്യും, ക്യാം പ്രൊഫൈൽ നമുക്ക് വരച്ചെടുക്കാൻ സാധിക്കും. ഇനി DSന്റെ കേസിൽ ക്യാം പ്രൊഫൈൽ വരയ്ക്കുന്നത് ഭയങ്കര ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. അപ്പൊ നിങ്ങൾ മാക്സിമം ടൈമിൽ എന്ത് ചെയ്യാം, ഒരു പ്രൊഫൈൽ വരച്ച് തന്നെ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് എക്സാമിൽ നല്ല രീതിയിൽ സമയം തികഞ്ഞുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ഡ്രോയിങ് വരച്ചെടുക്കാൻ സാധിക്കുള്ളൂ. അതിനുശേഷം നമ്മൾ ഈ വരച്ച ഫിഗറിന്റെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിന്റെ ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ കൊടുക്കണം. ഈ പറഞ്ഞിരിക്കുന്ന പോലെ ഇതെങ്ങനെയാണ് ക്യാം പ്രൊഫൈൽ വരച്ചെടുക്കുന്ന രീതി, നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന അതേ രീതി നിങ്ങൾ എന്ത് ചെയ്യാം, അതിന്റെ ഒരു പോയിന്റ് ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എന്റെ കാര്യങ്ങൾ എന്ത് ചെയ്യാം, കൊടുത്തു കഴിഞ്ഞാൽ ക്യാമുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്തെടുക്കാൻ സാധിക്കും. ഓക്കെ, നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ തന്നെ ഈ ഒരു പോർഷൻസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾ DSCയുടെ എക്സാമിന് വളരെ കുറച്ച് ദിവസങ്ങളേ ഉണ്ടാവുള്ളൂ. അപ്പൊ ആ ഒരു സമയത്ത് പറഞ്ഞിരിക്കുന്ന രീതി കൂടാതെ നമ്മൾ ഓരോ മൊഡ്യൂളിലും എക്സ്ട്രാ പോയിന്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യം കൂടി നോക്കിക്കൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക, നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.